കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള യൂമിനെയാണ്. അവളിപ്പോ ഒരു ചെറിയ തട്ടുകടയൊക്കെ നടത്തി ജീവിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ അതേസമയം തന്നെ അങ്ങോട്ട് ഒരുപാട് കാറുകൾ എത്തുന്നു. അത് കാണുമ്പോൾ തന്നെ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് അത് തന്നെ തേടിയുള്ള വരവാണെന്ന്. അതുകൊണ്ട് തന്നെ ഇവള് പെട്ടെന്ന് ആ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നിർത്തിയിട്ട് അവരുടെ കയ്യിൽ പെടാതെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. എന്നിട്ട് ഒരു ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് വന്നിട്ട് ഇനി എന്തായാലും എന്നെ ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്നാണ് ഇവള് വിചാരിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ഒരു ഹെലികോപ്റ്റർ തന്നെ ഇവളുടെ അടുത്തേക്ക് വരുന്നു. ഒപ്പം തന്നെ ആ ഒരു കാറുകളും ആ ഒരു ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നത് മറ്റാരുമല്ല ഇവളുടെ ഹസ്ബൻഡ് തന്നെയാണ്. സത്യത്തിൽ ഇവള് ഈ കോടീശ്വരന്റെ വൈഫാണ്. ഇതാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള സോങ്. അവനൊരു വലിയ കമ്പനി ആയിട്ടുള്ള ലൂ ഗ്രൂപ്പിന്റെ സിഇഒ ആണ്. ഇത്രയും നാള് യൂമിൻ ഇവന്റെ കണ്ണിൽ പെടാതെ ജോലിയൊക്കെ ചെയ്ത് സ്വന്തമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇവന്റെ കെയർ ഓഫിൽ അല്ലാതെ സ്വന്തമായിട്ട് ഉയർന്നു വരാനാണ് ഇവള് ആഗ്രഹിച്ചത്. പക്ഷെ ഇപ്പോ അവനത് നശിപ്പിച്ചത് കൊണ്ട് തന്നെ എന്തിനാ നീ എന്റെ പുറകെ നടക്കുന്നത്, ഞാൻ ഇനിയെങ്കിലും 10 കാശ് സമ്പാദിക്കട്ടെ എന്ന് പറയുമ്പോ സോങ് അവളോട് നീ സമ്പാദിച്ചോ, പക്ഷെ കുറച്ചു നാളത്തേക്ക് നീ നിന്റെ കരിയർ ഒന്ന് മാറ്റി വെച്ചേ പറ്റൂ. അതിന് പകരമായിട്ട് ഞാൻ എന്റെ കമ്പനി തന്നെ നിനക്ക് തരുവാ. ഞാൻ മുത്തശ്ശിയുടെ ചികിത്സയ്ക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചു നാള് അബ്രോഡ് പോവുകയാണ്. എന്തായാലും അപ്പോ എനിക്ക് എന്റെ കമ്പനി നോക്കി നിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ തന്നെയാണ് ഏൽപ്പിക്കുന്നത് എന്ന് പറയുമ്പോ ഇവള് ഞാൻ ഒറ്റയ്ക്കോ എന്ന് ചോദിക്കുന്നു. അപ്പോ സോങ് അല്ല എന്റെ ബ്രദർ കൂടി വരുന്നുണ്ട്, പക്ഷെ അവന് കമ്പനി കാര്യങ്ങളൊന്നും വലിയ ധാരണയില്ല, അതുകൊണ്ട് നീ തന്നെ എല്ലാം മാനേജ് ചെയ്യണം എന്ന് പറയുമ്പോ ഇവളൊന്ന് കൂളാവുന്നു. ഓ അത്രേ ഉള്ളൂ, അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് അവനോടൊപ്പം പോകുന്നു. അങ്ങനെ സോങ്ങിന്റെ ആ ഒരു കമ്പനിയിലും അവരുടെ ബോസിന്റെ വൈഫാണ് നാളെ മുതൽ കമ്പനി കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത് എന്ന കാര്യം അറിയുന്നു. ഇവര് അവിടുത്തെ ഒരു സൂപ്പർവൈസറാണ്, പേര് ക്ലാര എന്നാണ്. ഇവരും അത് കേട്ട് വളരെ എക്സൈറ്റ്മെന്റിലാണ്. കാരണം ബോസിന്റെ വൈഫിനെ സോപ്പിട്ട് നിന്നാല് ഇവർക്ക് തന്നെയാണല്ലോ ഗുണം. അതിനായിട്ട് ആ ഒരു കാര്യം ഓഫീസിലെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം പിറ്റേന്നാണ് നമ്മൾ കാണുന്നത്. യൂമിൻ ഒരു നോർമൽ വേഷത്തില് അങ്ങോട്ട് വലിയ ജാടയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടാണ് അങ്ങോട്ട് എത്തുന്നത്. പക്ഷെ അതേ സമയം തന്നെ ഇവള് അറിയാതെ അങ്ങോട്ട് വരികയായിരുന്ന മറ്റൊരു പെണ്ണിനെ ഇടിക്കുന്നു. അവളുടെ പേര് ലയ എന്നാണ്. അവള് ഈ ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് എത്തിയ ഒരു പുതിയ സ്റ്റാഫാണ്. പക്ഷെ നടപ്പും ഭാവവും കണ്ടാല് അങ്ങനെയല്ല തോന്നുന്നത് അവിടുത്തെ യജമാനത്തെയാണെന്നേ തോന്നൂ. അപ്പോ യൂമിൻ അറിയാതെയാണ് ഇവളെ ഇടിക്കുന്നത്. പക്ഷെ അവളുടെ കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു ഡ്രിങ്ക്സ് അപ്പോ ലയയുടെ ഡ്രസ്സിലാവുന്നു. ഉടനെ തന്നെ അവള് നിനക്കെന്താ കണ്ണ് കാണാൻ പാടില്ലേ, ഇത് എത്ര രൂപയുടെ സാധന എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. പക്ഷെ അത് 10-30 രൂപയുടെ സാധനമാണ്. അത് യൂമിനും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവളുടെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് ആണല്ലോ. അതുകൊണ്ട് തന്നെ ലയയോട് സോറി പറഞ്ഞിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്രാൻഡഡ് ഷോൾ എടുത്ത് ലയയ്ക്ക് നൽകുന്നു. അത് നല്ല വില വരുന്ന സാധനം തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഇവളും അത് വലിയ കാര്യത്തിൽ തന്നെ വാങ്ങിയിട്ടിട്ട് പോവാനായിട്ട് തുടങ്ങുന്നു. അപ്പോഴാണ് യൂമിന് ഇത് പണ്ട് തന്റെ കൂടെ പഠിച്ച ഒരു സഹപാഠിയാണ് എന്റെ കാര്യം മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കാര്യത്തിൽ നിനക്കെന്നെ മനസ്സിലായോ, നീ ലയ അല്ലേ എന്ന് ചോദിക്കുമ്പോ അവള് എനിക്ക് തന്നെയൊന്നും അറിയില്ല, ശല്യപ്പെടുത്താണ്ട് പോയേ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. അങ്ങനെ അതിനുശേഷമാണ് നമ്മുടെ യൂമിൻ ഓഫീസിലേക്ക് വരുന്നത്. ആദ്യം ഈ ക്ലാരയും ബാക്കിയുള്ള സ്റ്റാഫ് എല്ലാവരും തന്നെ യൂമിനെ തന്നെയാണ് അവിടുത്തെ ബോസിന്റെ വൈഫായിട്ട് കരുതി മാഡം എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കാൻ നിൽക്കുന്നത്. പക്ഷെ അപ്പോഴേക്ക് മറ്റൊരു ലിഫ്റ്റില് ഇല്ലയ ഇറങ്ങി വരുന്നത് കാണുന്നു. അതുകൊണ്ട് തന്നെ അവളെ കാണുമ്പോ അതും ആ ഒരു വിലപിടിപ്പുള്ള ഷോളൊക്കെ ഇട്ട് വരുമ്പോ മാത്രമല്ല നിൽപ്പും ഭാവവും കണ്ടാലും ഒരു മുതലാളിച്ച് തന്നെ ആണല്ലോ. സോ ഇവരെല്ലാവരും വിചാരിക്കുന്നത് അതായിരിക്കും ഇവരുടെ മാഡം എന്ന് കരുതി അവരുടെ യഥാർത്ഥ ബോസിന്റെ വൈഫായിട്ടുള്ള യൂമിനെ തട്ടിമറിച്ചിട്ട് ലയയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അത് കണ്ട് ലയയ്ക്കും ആദ്യം ഒന്നും മനസ്സിലാവുന്നില്ല. അവൾ അവിടെ ഇന്റേൺഷിപ്പിനായിട്ട് എത്തിയതാണല്ലോ. ഈ സ്റ്റാഫുകൾ ആരും തന്നെ സോങ്ങിന്റെ യഥാർത്ഥ വൈഫിനെ കണ്ടിട്ടില്ല. അതാണ് പ്രശ്നം. ഇവര് കല്യാണം കഴിച്ചതൊക്കെ വളരെ രഹസ്യമായിട്ട് തന്നെയാണ്. സോ ആ ഒരു സിയോടെ വൈഫിനെ ഇവിടെ ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ ഇവൾക്കും അത് മനസ്സിലാവുന്നുണ്ട് ഇവരെല്ലാം തന്നെ തെറ്റിദ്ധരിച്ചതാണെന്ന്. പക്ഷെ അവൾ ആ ഒരു സത്യം പറയാതെ അവൾ അത് യൂസ് ചെയ്ത് അതെ അതെ ഞാൻ തന്നെയാണ് നിങ്ങളെ ഉദ്ദേശിച്ച ആളെന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ യൂമിൻ അപ്പൊ പിന്നെ ഞാനാണ് നിങ്ങളുടെ സിയോടെ വൈഫ് എന്ന് പറയുമ്പോ ആരും അവളെ വിശ്വസിക്കുന്നില്ല. അവളെ കണ്ടാലും അത്ര പത്രാസൊന്നും തോന്നിക്കുന്നില്ലല്ലോ. അപ്പോ യൂമിൻ മനസ്സില് അവളുടെ ഹസ്ബൻഡിന് 2 ഭാര്യമാരുണ്ടോ എന്ന് വരെ ചിന്തിച്ചു പോകുന്നു. പക്ഷെ അവര് നമ്മുടെ ലയയുടെ സ്ഥാനത്ത് കാണുന്നത് യൂമിനെയാണ്. അവിടെ അവളെ ഇന്റേൺഷിപ്പിന് വന്നതാണ് എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾക്കുള്ള ഫസ്റ്റ് പണിഷ്മെന്റ് ആയിട്ട് അവിടേക്ക് പോയി ക്ലീൻ ചെയ്യാനായിട്ട് പറഞ്ഞ് ഏൽപ്പിക്കുന്നു. എന്നിട്ട് ഈ ലയയും പൊക്കിക്കൊണ്ട് എല്ലാവരും അകത്തേക്ക് പോകുന്നു. അപ്പോ യൂമിൻ സോങ് എന്തായാലും തനിക്ക് വലിയൊരു പണി തന്നെയാണ് തന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇത്രയും വിവരമില്ലാത്തതിനേക്കാണോ ഇവിടെ പിടിച്ച് നിയമിച്ചിരിക്കുന്നത് എന്ന് സ്വയം ചോദിച്ചിട്ട് എന്തായാലും നിന്റെ കമ്പനി ഞാൻ വൃത്തിയാക്കി തരാം ഡിയർ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു. പക്ഷെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സോങ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒരു ബ്രദർ കൂടി ഇങ്ങോട്ട് എത്തുന്നുണ്ടെന്ന്. അവന്റെ പേര് സാം എന്നാണ്. അവനും ഇപ്പോ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്.
ഇവനും സത്യത്തിൽ ചേട്ടന്റെ വൈഫിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവനും വിചാരിക്കുന്നത് ആ പൊക്കിക്കൊണ്ടുപോയ ലയ തന്നെയാണ് ഇവന്റെ ചേട്ടന്റെ വൈഫ് എന്നാണ്. പക്ഷെ ഇവന് അവളെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇവന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള ഒരു വ്യക്തിയെ ആയിരുന്നില്ല കാണുമ്പോ തന്നെ ലയ. അതുകൊണ്ട് തന്നെ സോങ്ങിനെ വിളിച്ച് നിന്റെ സെലക്ഷൻ ഇത്രയും മോശമാണെന്ന് ഞാൻ കരുതിയില്ല, ഇവളെയാണോ നീ ഇത്രയും നല്ല പൊക്കിക്കൊണ്ട് നടന്നത് എന്ന് ചോദിക്കുമ്പോ സോങ് അതെ എന്ത് പറ്റി, നീ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങള് നീ ഞാൻ പറഞ്ഞതുപോലെ കമ്പനി കാര്യങ്ങൾ നോക്കി നടത്ത എന്ന് പറഞ്ഞിട്ട് ഉടനെ നടക്കാൻ പോകുന്ന അവരുടെ കമ്പനി മീറ്റിംഗിലേക്ക് എന്റെ വൈഫിനെയും കൂടി കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറയുന്നു. ഇവൻ ഉദ്ദേശിക്കുന്ന വൈഫ് നമ്മുടെ യൂമിനാണ്. പക്ഷേ ഈ സാം ഉദ്ദേശിക്കുന്ന വൈഫ് ലയ ആണ് എന്നാണ്. അപ്പോ സാം അവളെ പോലെ ഒരുത്തിയൊക്കെ അവിടെ ചെന്നിട്ട് എന്ത് പറയാനാ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇവന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോ ഇവിടെ യൂമിൻ സ്വന്തം കമ്പനി തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ എന്തോ ഇവളോട് ഒരു വിദ്വേഷം ഉള്ളതുപോലെ തീരുന്നതിനനുസരിച്ച് ഇവൾക്ക് പണി കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ലയ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു റിങ് ഊരിട്ട് നമ്മുടെ യൂമിന്റെ അവിടെ ഉണ്ടായിരുന്ന ബാഗിലേക്ക് ഇടുന്നു. കുറച്ച് കഴിയുമ്പോ യൂമിനും ജോലിയൊക്കെ കഴിഞ്ഞു വന്ന് ബാഗ് എടുക്കുമ്പോ ഇവള് ആക്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവളുടെ റിങ് കാണുന്നില്ല, എത്ര രൂപയുടെ സാധന, ഇവളായിരിക്കും അത് എടുത്തത് എന്ന് പറഞ്ഞിട്ട് യൂമിന്റെ തലയിൽ നൈസിന് അത് കൊണ്ടിടുന്നു. അപ്പൊ അത് കേട്ട് യൂമിൻ താനത് എടുത്തിട്ടില്ല, എനിക്ക് ധരിക്കേണ്ട കാര്യമില്ല എന്ന് നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ പറയുന്നു. ഈ സ്റ്റാഫൊക്കെ പക്ഷെ ലയ പറയുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അവളാണല്ലോ അവരുടെ മാഡം. സോ അവര് യൂമിന്റെ ബാഗ് വാങ്ങി തുറന്നു നോക്കുന്നു. അതിനകത്ത് നിന്ന് ലയ എടുത്തു വെച്ച ആ ഒരു റിങ്ങും അവർക്ക് കിട്ടുന്നു. ഇവളുടെ ബാഗിൽ നിന്ന് ആ ഒരു റിങ് കണ്ടെത്തിയത് കൊണ്ട് തന്നെ യൂമിൻ തന്നെയാണ് അത് മോഷ്ടിച്ചത് എന്ന് എല്ലാവരും പറയുന്നു. അപ്പൊ യൂമിൻ ഇത് ഞാൻ എടുത്ത സാധനമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ക്ലാര മാഡത്തിന്റേത് എത്ര വിലപിടിപ്പുള്ള സാധനമാണ്, അതിൽ നിനക്ക് വന്നപ്പോഴേ കാണുണ്ടായിരുന്നു എന്ന് പറയുമ്പോ ലയ ശരിക്കും അവൾ ആ ഒരു മോതിരം 10-20 കൊടുത്ത് വല്ല ചന്തയെന്നോ മേടിച്ചതാണ്. എന്തായാലും ഇവര് ഇത്രയും ബിൽഡപ്പ് ഇടുന്ന സ്ഥിതിക്ക് അതെ അതെ എന്റെ മോതിരം ലക്ഷങ്ങൾ വില വരുന്നതാ എന്ന് പറയുന്നു. പക്ഷെ യൂമിന് അത് കണ്ട് മനസ്സിലാവുന്നുണ്ട് ആ ഒരു മോതിരം ലോക്കലാണ് എന്ന്. അപ്പോ അവളോട് ഇതെന്തായാലും ഒറിജിനൽ സാധനമല്ല, പക്ഷെ ഒറിജിനൽ ഇവിടുത്തെ സിയോടെ റൂമിലുണ്ടാവും, നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ ആ ഒരു ഓഫീസിനകത്ത് കയറണമെങ്കിൽ ഫേസ് ലോക്ക് കംപ്ലീറ്റ് ചെയ്യണം. യൂമിൻ ഇവളോട് അത് ഓപ്പൺ ചെയ്യാനായിട്ട് പറയുന്നു. അവളാണല്ലോ സിയോടെ വൈഫ്. പക്ഷെ ഒറിജിനൽ സിയോടെ വൈഫിന് മാത്രമേ അതിനകത്ത് കയറാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഇവള് വലിയ കാര്യത്തിൽ ചെന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ഫേസ് മാച്ച് ആവുന്നില്ല. അപ്പൊ യൂമിൻ എങ്കിൽ പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ കറക്റ്റ് ഫേസ് മാച്ച് ആയിട്ട് ആ ഒരു ഡോർ ഓപ്പൺ ആവുന്നു. എല്ലാവരും അത് കണ്ട് ഷോക്ക് ആവുന്നു. പക്ഷെ അതേ സമയം തന്നെ ആ ഒരു ഓഫീസിന്റെ അകത്ത് നിന്ന് സാം ഡോർ ഓപ്പൺ ആക്കി ഇറങ്ങി വരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം വിശ്വസിക്കുന്നത് ഇവള് നിന്നുകൊണ്ടല്ല ഡോർ ഓപ്പൺ ആയത്, അകത്ത് നിന്ന് ഡോർ തുറന്നതായിരിക്കും എന്നാണ്. അപ്പോ സാം അകത്ത് നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ എന്താ എല്ലാരും കൂടെ കൂടി നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ക്ലാര അത് മാഡത്തിന്റെ റിങ് മോഷണം പോയി, ഇവൾ അത് എടുത്തത് സിയോടെ ഓഫീസിൽ അതിന്റെ ഒറിജിനൽ മോതിരുണ്ടാവില്ലേ, അതെടുക്കാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറയുമ്പോ സാം അവരോട് ഇങ്ങോട്ടൊന്നും ആർക്കും കയറാൻ അനുമതിയില്ല, പോയേ എന്ന് പറഞ്ഞിട്ട് ഒരു മര്യാദയും കൊടുക്കാതെ തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം അവന് ഒട്ടും തന്നെ ലയെ പിടിച്ചിട്ടില്ല. പക്ഷെ യൂമിൻ ഇപ്പോഴാണല്ലോ ഈ ബ്രദറിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സോങ് നേരത്തെ ഇവളോട് പറഞ്ഞ ആ ഒരു ബ്രദർ തന്നെയാണ് ഇതെന്ന കാര്യം ഇവൾക്ക് മനസ്സിലാവുന്നു. നിനക്ക് എന്ത് ക്വാളിഫിക്കേഷനാ ഉള്ളതെന്ന് എനിക്കറിയില്ല, എനിക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്റെ ബ്രദർ നിന്നോട് നാളെ നടക്കാൻ പോകുന്ന കമ്പനി മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുവേണ്ടി എന്തെങ്കിലും പ്രത്യേക ഡ്രസ്സോ കാര്യങ്ങളോ വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ ഫേമസ് ഡിസൈനർ ആയിട്ടുള്ള MX സ്റ്റുഡിയോയിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോ ആ ഒരു ഫേമസ് ഡിസൈനറുടെ സ്റ്റുഡിയോയിൽ കയറാൻ ഇവിടെ എല്ലാവർക്കും താല്പര്യമുണ്ട്. കാരണം അത് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടേതാണ്. സോ ഇവരോട് ആ ഒരു കാര്യം പറയുമ്പോൾ അവൾക്ക് അതിനെ പറ്റി വലിയ ധാരണയോ ബോധമൊന്നും ഇല്ലെങ്കിലും ഓസന് കിട്ടുന്നതല്ലേ എന്ന് കരുതി അവളോടൊപ്പം ചെല്ലാനായിട്ട് അവരോടും പറയുന്നു. പക്ഷെ അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന യൂമിന് കാര്യങ്ങൾ മനസ്സിലാവുന്നു. അവൾക്ക് വേണ്ടിയിട്ടാണ് സോങ് അത് പറഞ്ഞതെന്ന്. സോ അവനെ വിളിച്ചിട്ട് ആ ഒരു മീറ്റിംഗിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഇവള് മനസ്സിലാക്കുന്നു. എന്നിട്ട് അവൻ പോവാൻ പറഞ്ഞ ആ ഒരു ഷോപ്പിൽ പൈസയൊന്നും പേ ചെയ്യേണ്ട, അത് ഞാൻ തന്നെ പേ ചെയ്തോളാം എന്നും പറയുന്നു. അതെന്തിനാണെന്ന് മനസ്സിലായില്ലേ, ഓസന് ചെല്ലുന്ന ഒരുത്തിക്കിട്ട് പണി കൊടുക്കാനാണ്. അങ്ങനെ അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ഇവരെല്ലാവരും കൂടി അങ്ങോട്ട് ആ ഒരു ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. സോങ് അവന്റെ വൈഫിന് വേണ്ടി ഓൾറെഡി തന്നെ ഒരുപാട് ഡ്രസ്സ് അവളുടെ സൈസിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് നമ്മുടെ യൂമിനും എത്തിയിട്ടുണ്ട്. ലയ അങ്ങോട്ട് ചെന്ന് വലിയ ആക്രാന്തത്തിൽ തന്നെ അതൊക്കെ കണ്ട് വലിയ കാര്യത്തിൽ എടുത്തിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഡ്രസ്സൊക്കെ കീറി പോവുകയാണ്, ഒന്നും തന്നെ മാച്ച് ആവുന്നില്ല. കാരണം അത് അവളുടെ സൈസിന് റെഡിയാക്കിയതല്ലോ. അവസാനം അവിടുത്തെ മാനേജർ ഒരു ലിമിറ്റഡ് പീസ് കൊണ്ടുവരുന്നുണ്ട്, കാണാനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ്. സോ അതും ലയ ഇട്ട് നോക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മാനേജർ അതിന് സമ്മതിക്കുന്നില്ല. ഇനിയും കീറി പോയാലോ? പക്ഷെ ലയ വിട്ടുകൊടുക്കുന്നില്ല. അത് അവളുടെ സൈസിനല്ല തയ്ച്ചത്, ഡിസൈൻ
ചെയ്തവരുടെ കുഴപ്പമാണ് എന്നാണ് ഇവള് പറയുന്നത്. പക്ഷെ ആ മാനേജർ എന്തായാലും അവൾക്കത് കൊടുക്കുന്നില്ല. അപ്പൊ ഇവളുടെ കൂടെ വന്നിട്ടുള്ള സ്റ്റാഫുകൾക്ക് അവിടുത്തെ ബ്രാൻഡഡ് ഡ്രസ്സ് എല്ലാം തന്നെ വേണം. ലയം വലിയ കാര്യത്തിൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തോളാനായിട്ട് പറയുന്നുണ്ട്. ഇവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള സോങ് അതിന്റെ എല്ലാം പൈസ പേ ചെയ്യും എന്നാണ് ഇവള് വിചാരിക്കുന്നത്. അവളുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കി തന്നെ യൂമിൻ അവളോട് അല്ല എടുത്ത ഡ്രസ്സിന്റെയൊക്കെ പൈസ ഒന്ന് പേ ചെയ്യാനായിട്ട് പറയുന്നു. അപ്പൊ ലയ ഞാനെന്തിനാ അതൊക്കെ പേ ചെയ്യുന്നത്, എന്റെ ഹസ്ബൻഡ് ഓൾറെഡി തന്നെ പേ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോ മാനേജർ അയ്യോ ഇല്ല മാഡം, സാറ് പറഞ്ഞത് മാഡം ഇതിന്റെ എല്ലാം പേയ്മെന്റ് ചെയ്യും എന്നാണ് എന്ന് പറയുമ്പോ ഇവള് ഷോക്കായി പോവാണ്. നല്ല രീതിയിൽ തന്നെ പെട്ടുപോകുന്നു. ലക്ഷങ്ങളാണല്ലോ ബില്ല് വന്നേക്കുന്നത്. ഇവളുടെ കയ്യിൽ ആകെ പാടുള്ളത് 2000 രൂപയും. അങ്ങനെ ഇവളെ എല്ലാവരുടെ മുന്നിൽ നാണം കെടാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അവളുടെ തന്നെ ആ ഒരു കാർ എടുത്ത് പേ ചെയ്യാനായിട്ട് കൊടുക്കുന്നു. പക്ഷെ അതിലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ മതിയായ ബാലൻസ് ഇതിലില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇവള് അതങ്ങനെ സമ്മതിച്ചു കൊടുക്കുന്നില്ല. അവള് കുറ്റം പറയുന്നത് ഇവരുടെ മെഷീൻ കേടാണ്, അതുകൊണ്ടാണ് പൈസ വരാത്തത് എന്നാണ്. അങ്ങനെ അവരും അത് അവരുടെ മിസ്റ്റേക്ക് ആണോ എന്ന് അറിയാനായിട്ട് പല മെഷീനും മാറ്റി നോക്കുന്നു. പക്ഷെ ഒന്നും തന്നെ നടപടി ആവുന്നില്ല. അവസാനം ഇവള് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ആ ഒരു പൈസ കൊടുക്കാതെ ഇറങ്ങി പോകാം എന്നൊരു തോട്ടിലേക്ക് വരെ വരുന്നു. അപ്പോ ആ കോപ്രായങ്ങളൊക്കെ കണ്ടു നിൽക്കുന്ന യൂമിൻ ബാക്കി സ്റ്റാഫിനോടൊക്കെ നിങ്ങളുടെ മാഡത്തിന്റെ കയ്യില് പൈസ ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ ഈ ഡ്രസ് എല്ലാം ഊരി കൊടുക്കേണ്ടി വരും എന്ന് പറയുമ്പോ അവര് ഈ ഡ്രസ് ഇനി ഞങ്ങൾ കൊടുക്കാനേ പോകുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ഉടനെ തന്നെ മാനേജർ എങ്കിൽ പിന്നെ ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാണ്, അവര് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇവളൊന്ന് പേടിക്കുന്നു. കാരണം പോലീസ് വന്നാല് ഇവളുടെ യഥാർത്ഥ ഐഡന്റിറ്റി റിവീൽ ആവും. സോ ഇവള് നന്നായിട്ട് പേടിച്ച് സ്റ്റാഫിനോടൊക്കെ നിങ്ങൾ ആ ഡ്രസ്സൊക്കെ ഊരി കൊടുത്തിട്ട് ഇറങ്ങി വന്നേ എന്ന് പറഞ്ഞിട്ട് അവളുടെ കാർഡ് വാങ്ങിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഇവർക്കാർക്കും അത് കണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ വേറെ വഴിയില്ലാണ്ട് അവരും ഡ്രസ്സൊക്കെ ഊരിക്കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നു. അവരെല്ലാവരും പോയതിനു ശേഷം നമ്മുടെ യൂമിൻ ആ ഒരു ഡ്രസ്സ് എനിക്ക് തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവളുടെ കാർഡ് എടുത്ത് കൊടുക്കുന്നു. ആ മാനേജർ വിചാരിച്ചിരുന്നത് യൂമിനും മറ്റേ സ്റ്റാഫിന്റെ ഒക്കെ കൂട്ടത്തിൽ വന്ന ആളാണ് എന്നാണ്. പക്ഷെ കാർഡ് കാണുമ്പോഴാണ് ഇതാണ് യഥാർത്ഥ ബോസിന്റെ വൈഫ് എന്ന കാര്യം അയാൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അതിനുശേഷം ഇവരെല്ലാരും പുറത്തേക്ക് വരുമ്പോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അവരെ പുള്ളിക്കാരി പോയിട്ടില്ല. അതേസമയം തന്നെ ഈ മാനേജറും യൂമിനെ നല്ല പരിചയമുള്ളതുപോലെ സംസാരിച്ച് ഇറങ്ങി വരുന്നത് കാണുന്നു. അപ്പൊ അത് കണ്ട് ലയ ഉടനെ തന്നെ ഇവരോട് ഇവള് കാരണം അയാൾ എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാതിരുന്നത്, ഇവളും അയാളും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, ഇവൾക്ക് നല്ലൊരു പണി തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോ അവരും അത് കേട്ട് വിശ്വസിക്കുന്നു. ഒരു സാധാരണക്കാരിക്ക് കൊടുക്കുന്ന റെസ്പെക്ട് അല്ലല്ലോ ആ മാനേജർ യൂമിന് കൊടുത്തത്, അതുകൊണ്ട് തന്നെ അവരും അത് വിശ്വസിക്കുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പോ ആ ഒരു മീറ്റിംഗിന്റെ ദിവസമാണ് കാണുന്നത്. സാമുവൽ ലയയുടെ അടുത്തേക്ക് വന്ന് ആ ഒരു മീറ്റിംഗിൽ പ്രിപ്പയർ ആയിട്ട് ഇരിക്കാനായിട്ട് പറയുന്നു. അപ്പോ ലയ വലിയ കാര്യത്തില് അതൊക്കെ ഞാൻ ഓൾറെഡി തന്നെ പ്രിപ്പയർ ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് വലിയ ചാടയിൽ സംസാരിച്ചിട്ട് അവനെ പറഞ്ഞു വിടുന്നു. പക്ഷെ ആ ഒരു സ്പീച്ച് ഫുള്ള് സംസാരിക്കേണ്ടത് ഇംഗ്ലീഷിലാണ്. ഇവൾക്കാണെങ്കിൽ ഇംഗ്ലീഷ് വായിക്കാനും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവളൊരു നമ്പർ ഇടുന്നു. അവൾക്ക് വയറുവേദനയാണ്, ഫുഡ് പോയിസൺ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ യൂമിനെ വിളിപ്പിച്ച് അവളോട് തന്നെ റെപ്രസെന്റ് ചെയ്ത് സ്റ്റേജിൽ സംസാരിക്കാനായിട്ട് പറയുന്നു. സത്യത്തിലെ യൂമിൻ തന്നെ ആയിരുന്നല്ലോ സംസാരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവളും ഓ ശരി ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കുന്നു. പക്ഷെ ഇവളുടെ വിചാരം യൂമിന് വലിയ എന്തോ പണി കൊടുത്തു എന്നാണ്. അതിനുശേഷം ഇപ്പോ എല്ലാവരും ഇവരുടെ കമ്പനി റെപ്രസെന്റേറ്റീവിനെ കാത്തിരിക്കാണ്. യൂമിൻ പേടിച്ച് അങ്ങോട്ട് വരില്ല എന്നാണ് ഇവരെല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ അതേസമയം അവള് വളരെ സുന്ദരിയായിട്ട് ആ ലക്ഷങ്ങളുടെ വില വരുന്ന ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങോട്ട് എത്തുന്നു. അതിനുശേഷം സ്റ്റേജിൽ കയറി എല്ലാവരോടും താൻ ലേറ്റ് ആയതില്ല ക്ഷമ ചോദിക്കുന്നു. അതിനുശേഷം ആ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. എന്നാൽ അപ്പോഴാണ് അവള് പ്രിപ്പയർ ആക്കി വെച്ചിരുന്ന കാര്യങ്ങളൊന്നും തന്നെ ആ ഒരു ഫയലിൽ ഇല്ല, അത് ഫുള്ള് എംപ്റ്റി ആണ് എന്ന കാര്യം തിരിച്ചറിയുന്നത്. അത് മാറ്റിയത് മറ്റാരുമല്ല ഇവള് തന്നെയാണ്. യൂമിൻ ലാഗ് ആവുന്നത് കാണുമ്പോൾ വന്നേക്കുന്ന ആളുകളൊക്കെ പിറുപിറുക്കാനായിട്ട് തുടങ്ങുന്നു. ഇത് എത്ര നേരായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ലയ വിചാരിക്കുന്നത് യൂമിൻ എല്ലാവരുടെ മുന്നിലും നാണം കെടും എന്നാണ്. പക്ഷെ ആ ഒരു പ്രോജക്റ്റ് ഇവളുടെ ഹസ്ബൻഡിന്റേതാണല്ലോ, മാത്രമല്ല അത് തയ്യാറാക്കിയത് ഇവളും. അതുകൊണ്ട് തന്നെ യൂമിന് അത് നല്ല രീതിയിൽ തന്നെ സ്വന്തമായിട്ട് പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നു, അതും ഇംഗ്ലീഷിൽ തന്നെ. അത് കണ്ട് ഇവളുടെ കീളി പോവുകയാണ്. അങ്ങനെ എല്ലാവരും യൂമിന്റെ ആ ഒരു സ്പീച്ച് കഴിയുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. സാമും അവളുടെ പെർഫോമൻസ് കണ്ട് വളരെ ഇഷ്ടപ്പെട്ട് അവളോട് സ്പീച്ച് വളരെ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അത് കാണുമ്പോൾ ലയ വിചാരിക്കുന്നത് യൂമിനെ എല്ലാ കാര്യത്തിലും സഹായിച്ചത്, ഡ്രസ്സ് വാങ്ങിക്കൊടുത്തതിലും എല്ലാം ഹെൽപ്പ് ചെയ്തത് സാം ആയിരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ അസൂയപ്പെട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അതിനുശേഷം പുറത്തു വന്നിട്ടും ഇവൾ എല്ലാരെയും കടിച്ചു നിന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ക്ലാര അവളെ സമാധാനിപ്പിക്കാനായിട്ട് മാഡം നാളെ നമുക്ക് വീക്കെൻഡ് അല്ലേ, മാഡത്തിന്റെ സ്വന്തം റേസിംഗ് ട്രാക്കിലോട്ട് പോയാലോ, അവിടെ ഒരുപാട് കാറൊക്കെ കാണില്ലേ എന്ന് പറയുമ്പോ അവരുടെയൊക്കെ മുന്നിൽ ഷോ കാണിക്കാനായിട്ട് ഇവളും പോകാമെന്ന് തന്നെ പറയുന്നു. പക്ഷെ സിയോടെ ഒറിജിനൽ വൈഫ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇവൾക്കൊരിക്കലും അവിടെ കയറാൻ സാധിക്കില്ല. പക്ഷെ ഇവൾക്കൊരു ചെറിയ പ്ലാൻ ഉണ്ട്.
അതെന്താണെന്ന് വെച്ചാൽ ഇവളുടെ അച്ഛൻ ജോലി ചെയ്യുന്നത് ആ ഒരു ട്രാക്കിലാണ്. അത് വെച്ചിട്ട് അവിടെ കയറാം എന്നൊരു പ്ലാനിലാണ്. പക്ഷെ അതേസമയം ഇവിടെ യൂമിനെ സോങ് വിളിച്ചിട്ട് 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഇവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അതുകൊണ്ട് തന്നെ ഇവള് ഒരുപാട് നാളായിട്ട് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാറ് ഗിഫ്റ്റ് കൊടുക്കുന്നു. ആ ഒരു കാര്യം ഇവളെ അറിയിക്കുമ്പോൾ ഇവൾക്കും ഒരുപാട് സന്തോഷമാവുന്നു. പിറ്റേന്ന് ഗ്യാരേജിൽ പോയി എടുക്കാനായിട്ടും പറയുന്നു. അങ്ങനെ അതിനുശേഷം നമ്മൾ കാണുന്നത് പിറ്റേന്ന് ഇവളുടെ അച്ഛന്റെ സ്വാധീനം ഉപയോഗിച്ച് എല്ലാവരെയും കൂട്ടി അങ്ങോട്ട് കയറിയിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും അവിടെ കിടക്കുന്ന കാറുകളൊക്കെ കണ്ട് ഒരുപാട് അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. എല്ലാം വിലപിടിപ്പുള്ള കാറുകളാണ്. എന്നിട്ട് അവരിവളോട് ഇതിലേതാണ് മാഡത്തിന്റെ കാറ് എന്ന് ചോദിക്കുമ്പോൾ അവൾ അകത്ത് ഗ്യാരേജിലുള്ളതാണെന്ന് പറയുന്നു. അവളുടെ അച്ഛൻ തന്നെയാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. എങ്കിലും അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബോസ് അദ്ദേഹത്തിന്റെ വൈഫിന് ഗിഫ്റ്റ് കൊടുത്തതാണ്, അതിൽ തൊട്ട് കളിക്കണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവൾ അതൊന്നും കേൾക്കുന്നില്ല. എല്ലാവരെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നു. പക്ഷെ അത് ഓപ്പൺ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും കറക്റ്റ് യൂമിൻ അങ്ങോട്ട് എത്തുന്നു. അത് അവളുടെ ഗിഫ്റ്റ് ആണല്ലോ. പക്ഷെ അവള് പറയുന്നത് ഒന്നും കേൾക്കാൻ ഇവര് തയ്യാറാവുന്നില്ല. അവരതിൽ കൈവെക്കുന്നതിന് മുന്നേ തന്നെ യൂമിൻ പറയുന്നുണ്ട് ഇത് പെയിന്റ് മാറ്റിക്കൊണ്ട് വന്നിട്ടേ ഉള്ളൂ, ഇത് നശിപ്പിച്ചാല് നിങ്ങൾ വലിയ വില തരേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരത് കേൾക്കാതെ അതിൽ തൊടുന്നു. ഉടനെ തന്നെ അതിന്റെ പെയിന്റ് മാറാനും തുടങ്ങുന്നു. പക്ഷെ ലയ പറഞ്ഞു നിൽക്കുന്നത് അത് ഓട്ടോമാറ്റിക് ആണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നൊക്കെയാണ്. പക്ഷെ യൂമിന് അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. നല്ല ദേഷ്യം വരെയാണ്. അതിനുശേഷം ഈ സ്റ്റാഫ് ഇവളോട് ഈ ഒരു കാറിൽ ഞങ്ങൾ കയറിക്കോട്ടെ മാഡം എന്ന് ചോദിക്കുമ്പോൾ അവളും കയറിക്കോളാനായിട്ട് പറയുന്നു. അങ്ങനെ വലിയ കാര്യത്തിൽ ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുന്നു. പക്ഷെ അത് തുറക്കാൻ സാധിക്കുന്നില്ല. ലയെ മാക്സിമം തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത് തുറക്കാൻ പറ്റുന്നില്ല. ഉടനെ ഇവള് അവിടുത്തെ സ്റ്റാഫ് ആയിട്ടുള്ള അവളുടെ അച്ഛനോട് ഇതിന്റെ കീ എവിടെ മിസ്റ്റർ, കീ എടുത്തോണ്ട് വാ എന്ന് പറയുമ്പോൾ അച്ഛൻ എന്റെ കയ്യിലില്ല മാഡം, അതിനെ പറ്റിയൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയുന്നു. പക്ഷെ അതേസമയം യൂമിൻ ഈ വണ്ടി തുറക്കാൻ കീയുടെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് മാഡത്തിന്റെ സൗണ്ട് പോരെ എന്ന് ചോദിക്കുമ്പോൾ ലയ അവളുടെ സൗണ്ട് ഉപയോഗിച്ച് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുന്നു. പക്ഷെ പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പോ അത് കണ്ട് യൂമിൻ അപ്പൊ ശരി എന്റെ വോയിസ് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അവളുടെ വോയിസിൽ ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയുന്നു. ഉടനെ തന്നെ അതിലുള്ള AI ടെക്നോളജി ആ ഒരു ഡോർ ഓപ്പൺ ആക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അത് കണ്ട് ഇവർക്ക് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അവർക്കെല്ലാം ഒരു ഡൗട്ട് വരുന്നുണ്ട്, യൂമിനാണോ ഇനി സിയോടെ വൈഫ് എന്ന്. പക്ഷെ ലയ അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ഇവള് മറ്റെന്തോ ട്രിക്ക് കാണിച്ചതായത്. ഇവിടുത്തെ സ്റ്റാഫ് ഇയാളല്ലേ, ഇയാള് പറയട്ടെ ഞാനാണോ ഇവളാണോ ഇവിടുത്തെ മാഡം എന്ന് പറഞ്ഞ് അച്ഛനോട് ഭീഷണിപ്പെടുത്തുമ്പോ അച്ഛനും അതെ അതെ ലയ മാഡം തന്നെയാണ് ഇവിടുത്തെ ലേഡി ബോസ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ യൂമിനെ ആരും വിശ്വസിക്കുന്നില്ല. അപ്പൊ യൂമിൻ ആ സ്റ്റാഫിനോട് തനിക്ക് ആരാ ഇത്രയും കള്ളത്തരങ്ങൾ പറയാനുള്ള അധികാരം തന്നത്, തന്നേക്ക് ഇത്ര നാളെ തീറ്റുപോയിട്ട് ഞങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് പേടിയാവുന്നു. ഇനി ഇത് തന്റെ ബോസിന്റെ വൈഫ് ആണോ എന്ന്. പിടിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ജോലിയും പോവും, അതേപോലെ തന്നെ മോളുടെ ഭാവിയും പോവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് യൂമിനോട് മുട്ടുകുത്തി അയ്യോ മാഡം ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട് അവരോട് പെട്ടെന്ന് അയാളെ ക്ഷമ ചോദിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ട് കറക്റ്റ് സാം എത്തുന്നു. സാം എത്തുമ്പോൾ ഇവൾക്ക് പെട്ടെന്ന് ടെൻഷൻ ആവുന്നു. കാരണം ഇവളുടെ സ്വന്തം കാറിന്റെ കീ ഇവളുടെ കയ്യിലില്ല. മാത്രമല്ല ആ കാറിന്റെ ഫംഗ്ഷൻസ് ഒന്നും നേരെ ചൊവ്വേ യൂസ് ചെയ്യാനും അറിയില്ല. അതെങ്ങാനും ഇവൻ അറിഞ്ഞാല് പണി കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ അത് വിചാരിച്ച് എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് പോവാൻ തുടങ്ങുന്നു. അപ്പൊ ഈ ക്ലാര അയ്യോ മാഡം പെട്ടെന്ന് പോയാൽ എങ്ങനെയാ, നമ്മൾ ഇവിടെ നിന്ന് ഫുള്ള് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ലയ ഒരു കാര്യം ചെയ്, നിങ്ങൾ ഇവിടെ നിന്ന് സമാധാനത്തിൽ കണ്ടിറങ്ങിയാൽ മതി, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. പിന്നെ അവരും അവിടെ നിൽക്കുന്നില്ല, അവളുടെ പിന്നാലെ തന്നെ വെച്ചു പിടിക്കുന്നു. പക്ഷേ ഈ സാമിന് ഇപ്പൊ ഒരു താല്പര്യം അവന്റെ ചേട്ടന്റെ വൈഫായിട്ടുള്ള യൂമിനോട് തോന്നിയിരിക്കുകയാണ്. അവന് ആ ഒരു സത്യം അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവളോട് ഒരു പ്രത്യേക ക്രഷൊക്കെ തോന്നിയിട്ട് ഇവളെ ഒരു റൈസ് എനിക്ക് പോകാനായിട്ട് വിളിക്കുമ്പോ യൂമിൻ അയ്യോ ഞാൻ ഇപ്പോഴാ ഓർത്തത്, എന്റെ വീട്ടിലെ ഡോർ അടച്ചിട്ടില്ല, പോയിട്ട് വളരെ അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ എസ്കേപ്പ് ആവുന്നു. പക്ഷെ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ എന്തോ ദുരുദ്ദേശത്തിലാണ് ഇപ്പൊ ഇവളോട് പെരുമാറുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവന്റെ മുന്നിൽ അധികം പോയി ചാടണ്ട എന്ന് തീരുമാനിക്കുന്നു. എന്നാൽ അപ്പൊ ഇവരെ പുറത്തു വന്നിട്ട് മാഡം സെക്കൻഡ് ഹാൻഡ് മാസ്റ്ററിന്റെ ചേട്ടന്റെ വൈഫ് അല്ലേ മാഡം, പിന്നെ എന്തിനാ മാഡത്തിനോട് അയാൾക്ക് ഇത്ര ദേഷ്യം, മാഡത്തിന്റെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അവൾക്ക് എങ്ങനെ അറിയാവുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൾ ആദ്യം ഒന്ന് പകച്ചു പോകുന്നുണ്ടെങ്കിലും അത് ഞാൻ നിങ്ങളോട് പറയാതിരുന്നതാ. എങ്ങനാ പറയാ, നാണക്കേട്, നിങ്ങൾ ഇനി ഇത് ആരോടും പറയാൻ നിൽക്കണ്ട. അവളും അയാളും തമ്മിൽ അവിഹിതമാണ്, കുറച്ചു നാളായി തുടങ്ങിയിട്ട്. അതുകൊണ്ട് അവളെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യുന്നത് അയാളാണെന്ന് പറയുന്നു. ഇവരെല്ലാവരും അത് കേട്ട് ഷോക്ക് ആവുന്നു. എല്ലാവരുടെയും മുന്നിൽ ഇവള് നൈസായിട്ട് യൂമിനെ ഒരു മോശക്കാരിയാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോ ഇവള് അവിടെ നിന്ന് പോവാനായിട്ട് തുടങ്ങുമ്പോ പെട്ടെന്ന് ലയയുടെ അച്ഛൻ ഇവളുടെ അടുത്തോട്ട് വന്നിട്ട് ഇവളോട് ക്ഷമ ചോദിക്കുന്നു. മാഡം എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടരുത്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നു. കാരണം ഇയാൾക്ക് മനസ്സിലായി ഇത് തന്നെയാണ് ബോസിന്റെ വൈഫ് എന്ന്. അപ്പോ യൂമിനും ഇയാളാണ് ലയയുടെ അച്ഛൻ എന്ന കാര്യം തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അയാളോട് ഞാൻ നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടില്ല, പക്ഷെ ഞാൻ ആരാണെന്ന കാര്യം നിങ്ങൾ ആരെയും അറിയിക്കാൻ പോകരുത് എന്ന് പറയുമ്പോ അയാളും ഓക്കെ പറയുന്നു. പക്ഷെ അതിനുശേഷം അയാൾ വീട്ടിൽ വന്ന് മകളെ നല്ല രീതിയിൽ തന്നെ ഉപദേശിക്കുന്നുണ്ട്. നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് നീ സത്യങ്ങൾ തുറന്ന് പറഞ്ഞേക്ക്, നമുക്കിതൊന്നും ശരിയാവില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവള് ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല,
ഇപ്പോഴാണ് എനിക്കൊരു നിലയും വിലയൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ധിക്കാരത്തിൽ എഴുന്നേറ്റ് പോകുന്നു. അതിനുശേഷം ഇവിടെ സാം അവരുടെ മുത്തശ്ശിയെ വിളിച്ചിട്ട്, മുത്തശ്ശി, ചേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്ന പെണ്ണ് ഒട്ടും അവന് ചേരുന്നതല്ല. നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കണ്ട് മാത്രം ചേട്ടന്റെ കൂടെ കൂടിയത് അവൻ എന്തോ കൂടോത്രം കൊടുത്ത് മയക്കതാണെന്നാ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പോ മുത്തശ്ശി നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോ നാട്ടിലെ ചികിത്സയും കാര്യങ്ങളൊക്കെയാണ്. സോങ്ങും തിരിച്ചെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സോങ്ങിനെ വിളിപ്പിച്ച് മുത്തശ്ശി ഇപ്പോ നല്ല രീതിയിൽ അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിന്റെ ആസ്തി കണ്ടിട്ടാണ് നിന്റെ വൈഫ് നിന്റെ കൂടെയുള്ളത്. നീ എത്രയും പെട്ടെന്ന് അവളെ ഡിവോഴ്സ് ചെയ്തോണം. അവളൊരു പേരും കളിയാ എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. അപ്പൊ സോങ്, മുത്തശ്ശി കാര്യറിയാതെ സംസാരിക്കരുത്. അവളെ നല്ലൊരു പെൺകുട്ടി തന്നെയാണ്. ഞാനൊരിക്കലും അവളെ ഡിവോഴ്സ് ചെയ്യില്ല എന്ന് പറയുന്നു. അപ്പൊ തന്നെ അങ്ങോട്ട് സാമും എത്തുന്നു. ഇവൻ തന്നെയാണ് മുത്തശ്ശിയോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് എന്ന് മനസ്സിലാക്കിയ സോങ് അവനോട്, നീയാണോ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മുത്തശ്ശിയോട് പറഞ്ഞു കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അവൻ ചേട്ടനെ പേടിച്ച് പെട്ടെന്ന് മുത്തശ്ശിയോട്, അത് മുത്തശ്ശി, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ഞാൻ ആദ്യമായിട്ടല്ലേ ചേട്ടത്തിയോട് സംസാരിക്കുന്നത്. ചിലപ്പോ അതുകൊണ്ട് എനിക്ക് തോന്നിയതാവാം. അല്ലാണ്ട് ചേട്ടത്തിക്ക് വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോ സോങ് മുത്തശ്ശിയോട്, അതേ മുത്തശ്ശി തന്നെ അവളോട് നേരിട്ടെന്ന് സംസാരിക്കുക. അപ്പൊ മനസ്സിലാവുമല്ലോ അവളുടെ ക്വാളിറ്റി എന്താണെന്ന്. അപ്പോഴും മുത്തശ്ശിക്ക് ഈ തീരുമാനം തന്നെയാണെങ്കിൽ ഞാൻ മുത്തശ്ശി പറഞ്ഞത് കേട്ടോളാം എന്ന് പറയുമ്പോ അവരും ഒന്ന് തണുത്ത് ഓക്കെ പറയുന്നു. അങ്ങനെ അതിനുശേഷം ഇവര് റൂമിന്റെ പുറത്ത് വന്നിട്ട് സോങ് സാമിനോട്, ഇനി മേല ഇതുപോലുള്ള കാര്യങ്ങള് മുത്തശ്ശിയെ അറിയിച്ചാല് നീ വിവരം അറിയും എന്ന് പറയുമ്പോ സാം, അത് പിന്നെ ഞാൻ പറഞ്ഞത് ഉള്ളത് തന്നെയാ. ചേട്ടൻ എന്ത് കണ്ടിട്ടാ അവളുടെ പിറകെ നടക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ പറഞ്ഞെങ്കിൽ എന്താ, ഞാൻ തന്നെ ഇപ്പൊ ചേട്ടനെ ഹെൽപ്പ് ചെയ്തില്ലേ. അതുകൊണ്ട് നീയും എനിക്ക് ഹെൽപ്പ് ചെയ്തേ പറ്റൂ. ചേട്ടന്റെ ഓഫീസിൽ ഒരു പെൺകുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ അവളെ അപ്രോച്ച് ചെയ്തപ്പോ അവൾ എന്നെ റിജക്ട് ചെയ്യുക. അതുകൊണ്ട് ചേട്ടൻ തന്നെ എന്നെ ഒന്ന് ഹെൽപ്പ് ആക്കണം എന്ന് പറയുമ്പോ സോങ്, നീ ഇപ്പൊ എത്രാമത്തെ പെണ്ണിന്റെ പിറകെ നടക്കുന്നത്? നിന്റെ സ്വഭാവം വെച്ച് ആരും നിന്നെ സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോ ഇവൻ, അല്ല ചേട്ടാ, മുന്നത്തെ പോലെയൊന്നും അല്ല, ഞാനിപ്പോ വളരെ സീരിയസ് ആണ് എന്ന് പറയുമ്പോ സോങ്, നീ എത്ര സീരിയസ് ആയിട്ടും കാര്യമല്ല. എന്റെ സ്റ്റാഫിനെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ ഇതിന് എന്തായാലും കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ അതിനുശേഷം പിറ്റേന്ന് ലയ തലേന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പോ എല്ലാവരും യൂമിനെ കുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സാമും ഇവളും തമ്മിൽ എന്തോ അവിഹിതമുണ്ട്, അവളൊരു മോശപ്പെട്ട പെണ്ണാണ് എന്ന രീതിയിലൊക്കെ. അതുകൊണ്ട് തന്നെ ഇവളുടെ ദേഹത്ത് ഒരുപാട് അഴുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന വെള്ളം എടുത്ത് യൂമിന്റെ ദേഹത്തേക്ക് ഒഴിക്കുന്നു. അപ്പോ യൂമിൻ അവരോട്, നിങ്ങളൊക്കെ എന്ത് ഈ കാണിക്കുന്നത്? ഇവള് പറഞ്ഞത് കേട്ടിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോ അവരും, അതെ, ഞങ്ങൾക്ക് മാഡം പറയുന്നത് തന്നെയാണ് വിശ്വാസം എന്ന് പറയുമ്പോ ഇവൾ, ഞാൻ അവരോട് സത്യം തന്നെയാ പറഞ്ഞത്, നീ ഒരു മോശക്കാരി തന്നെയാടി എന്ന് പറയുമ്പോ യൂമിൻ കുറെ ആയല്ലോ ഇവളുടെ ആക്രമണം സഹിക്കുന്നു. സോ എല്ലാം കൂടി വെച്ച് നല്ല ദേഷ്യം വന്ന് അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തില് ഇവളെ പിടിച്ചു മുക്കുന്നു. കുറച്ചു നേരം അവൾ എന്തായാലും പെടാപ്പാട് പെടുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും സാം അങ്ങോട്ടേക്ക് വന്ന്, ഇവിടെ എന്താ പ്രശ്നം? നിങ്ങൾ ജോലി സമയത്ത് പണിയെടുക്കാതെ ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ എല്ലാവരും യൂമിനെ ചൂണ്ടിയിട്ട്, സർ, ഇവള് മാഡത്തിനെ കൊല്ലാൻ നോക്കി, ഇവളൊരു അഹങ്കാരിയാണ് എന്ന് പറയുമ്പോ സാം, ഇവൾ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തുടങ്ങി വെച്ചത് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് യൂമിനെ സപ്പോർട്ട് ചെയ്യുന്നു. അവൻ പല വഴിയിലൂടെയും ഇവളെ വളയ്ക്കാനാണ് നോക്കുന്നത്. പക്ഷെ ലയയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവനോട്, ഈ ബന്ധം ഒട്ടും ശരിയല്ല. നിങ്ങൾ എത്ര വലിയ കോടീശ്വരനാണ്, ഇവളുടെ കൂടി ലോ ഗ്രൂപ്പിനെ നാണം കെടുത്താനാണ് ഉദ്ദേശം എന്ന് പറയുമ്പോ സാം, എന്റെ കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് യൂമിന്റെ ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവൻ അവന്റെ കോട്ടൂരി ഇവൾക്ക് ഇട്ടുകൊടുക്കാനായിട്ട് പോകുന്നു. പക്ഷെ യൂമിൻ അതിനെ സമ്മതിക്കുന്നില്ല. അതൊന്നും വേണ്ട, ഞാൻ ഓക്കെ ആണ് എന്ന് പറയുമ്പോൾ ഇവൻ പല വിധത്തിലും ഇവളെ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ നടക്കാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് സങ്കടപ്പെട്ടു പോകുന്നു. അങ്ങനെ അതിനുശേഷം ഇവരുടെ കമ്പനി ഒരു ലേലത്തിൽ പങ്കെടുക്കാൻ പോവാണ്. VIP മാത്രം പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂമിൻ ഇവൾക്കിട്ടൊരു പണിയെടുക്കാനായിട്ട് ലയയുടെ അടുത്ത്, സിയോടെ വൈഫ് നാളെ അങ്ങോട്ട് പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നു. സത്യത്തില് ഇവൾക്ക് അതിനെ പറ്റി വലിയ അറിവൊന്നും ഇല്ല. പക്ഷെ ക്ലാരയും ഗ്യാങ്ങും പറയുമ്പോ പോകാതിരിക്കാനും പറ്റില്ല, അവർക്കും അതിൽ പങ്കെടുക്കണം. അതുകൊണ്ട് തന്നെ ഞങ്ങളും വരട്ടെ എന്ന് ഇവളോട് ചോദിക്കുമ്പോ ഇവള് വലിയ കാര്യത്തിൽ തന്നെ അവരെയും കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് യൂമിനോട്, ഞങ്ങൾ എന്തായാലും പോകുന്നുണ്ട്, പക്ഷെ നിന്നെ എന്തായാലും കൊണ്ടുപോകാൻ പോകുന്നില്ല, നിനക്ക് ആ ഒരു സ്ഥലത്തേക്ക് ഒരിക്കലും കയറാൻ പോലും സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിൽ ചുമ്മാ കയറി പോകാൻ പറ്റില്ല, പ്രത്യേക ഇൻവിറ്റേഷൻ ഒക്കെ വേണം. ഇവളൊരു പെരുങ്കള്ളിയാണല്ലോ, അതുകൊണ്ട് തന്നെ അത് ഒപ്പിക്കാൻ വലിയ പാടൊന്നും പെടുന്നില്ല. ഇവളുടെ അമ്മ അവിടുത്തെ ഒരു ക്ലീനിങ് സ്റ്റാഫ് കൂടിയാണ്. സോ സാമിന്റെ ഓഫീസിൽ നിന്ന് അത് എടുക്കാനായിട്ട് ഇവള് അമ്മയെ തന്നെയാണ് ഏൽപ്പിക്കുന്നത്. അവരവിടെ ജോലിക്കാരി ആയതുകൊണ്ട് തന്നെ അവര് എടുത്തുകൊണ്ട് കൊടുക്കുന്നു. പക്ഷെ അവരും മകളെ ഉപദേശിക്കുന്നുണ്ട്, ഇതൊക്കെ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇങ്ങനെയൊന്നും
ചെയ്യരുത്, പിന്നെ ഒരിക്കലും നീ പുറലോകം കാണില്ല എന്നൊക്കെ. പക്ഷെ ആര് കേൾക്കാൻ? അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളെ പറ്റിയെന്ന് എല്ലാവരെയും കൂട്ടി അങ്ങോട്ട് എത്തുന്നു. എന്നാൽ ഇവരെത്തുന്നതിന് മുന്നേ തന്നെ യൂമി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവൾ അവിടുത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ്, സിയോടെ വൈഫ് ആണല്ലോ. പക്ഷെ ഇവള് ഇൻവിറ്റേഷൻ ഇല്ലാതെയാണ് ഇവിടെ കയറിയത് എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾ എങ്ങനെയാണ് ഇവിടെ കയറിയൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല. സോ ഇവളുടെ അടുത്തേക്ക് പോയി, നീ ആര് ക്ഷണിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്? സിയോടെ വൈഫ് എന്നും പറഞ്ഞ് വന്നതാണോ എന്ന് ചോദിച്ച് കളിയാക്കി ചിരിക്കുന്നു. എന്നാൽ അപ്പൊ തന്നെ അവിടെ സാമും ഉണ്ട്. അവൻ ഇവരൊക്കെ യൂമിനെ കളിയാക്കുന്നത് കാണുമ്പോ അങ്ങോട്ട് അത് കേട്ടുകൊണ്ട് വന്ന്, ഞാൻ ക്ഷണിച്ചിട്ടാണ് ഇവൾ ഇവിടെ വന്നത്, എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. സാം അങ്ങനെ പറയുമ്പോ പിന്നെ ഇവർക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല. പക്ഷെ അവൻ അങ്ങനെ പറയുമ്പോ യൂമിനൊന്നും പറയാൻ പറ്റുന്നില്ല. സത്യത്തില് ഇവൻ ക്ഷണിച്ചിട്ടല്ല ഇവളിങ്ങോട്ട് വന്നേക്കുന്നത്, സോങ് പറഞ്ഞിട്ടാണ്. അങ്ങനെ ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവരോടും സീറ്റിൽ ഇരിക്കാനായിട്ട് ആങ്കർ പറയുന്നു. അപ്പോ സാം യൂമിനോട്, നിന്റെ അടുത്ത് സീറ്റ് ഉണ്ടല്ലോ, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുമ്പോ ഇവള്, അയ്യോ വേണ്ട സാറിന് പ്രത്യേക സീറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ, അവിടെ പോയി ഇരിക്കാനായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇവൻ അവിടെ സ്പീക്കറൊക്കെ ഇരിക്കുകയാണ്, എനിക്ക് അവിടെ ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ അടുത്ത് തന്നെ ഇരിക്കുന്നു. പക്ഷെ ഇവർക്ക് പിറകിലാണ് സീറ്റ് കിട്ടുന്നത്. അപ്പൊ ആ കൂട്ടത്തില് ഈ ഒരു പെണ്ണ്, അവളുടെ പേര് ജിയ എന്നാണ്. മറ്റു രണ്ട് പെണ്ണുങ്ങളെ കാട്ടിലും ഇവള് കുറച്ചും കൂടി ലോജിക്കാണ്. അപ്പോ ജിയ ലയോട് ചോദിക്കുന്നുണ്ട്, മാഡത്തിന് VIP സീറ്റ് കിട്ടാത്തത് എന്താണെന്ന്. അപ്പോ അവളെ പെട്ടെന്ന് അത് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കമ്പനി തരാൻ വേണ്ടി ഇരിക്കുന്നതാണെന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം ആ ഒരു ലേലം വിളി സ്റ്റാർട്ട് ആവുകയാണ്. പഴയ ആന്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ് അവിടെ ലേലത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പഴക്കം ചെന്നതായതുകൊണ്ട് 5-10 മില്യൺ ഒക്കെ വിളിച്ചാണ് ആളുകൾ അത് ഏറ്റെടുക്കുന്നത്. അത് കാണുമ്പോൾ ഇവള് അന്തം വിട്ടിരിക്കുകയാണ്. അവൾക്കത് വാങ്ങിയ ഷോ കാണിക്കാൻ അവളുടെ കയ്യിൽ നയാ പൈസ ഇല്ല. അതുകൊണ്ട് തന്നെ ഗ്യാങ്ങിനോട് പറയുന്നത്, എനിക്ക് ഇത്രയും ചീപ്പായിട്ട് വില വരുന്ന സാധനങ്ങളോടൊന്നും വലിയ അറ്റാച്ച്മെന്റ് തോന്നുന്നില്ല എന്നാണ്. പക്ഷെ അതിനുശേഷം ഈ ഒരു കിരീടമാണ് വരുന്നത്. അതും മിനിമം 100 മില്യൺ ആണ് അതിന്റെ ഏറ്റവും താഴ്ന്ന പ്രൈസ്. അതിൽ കൂടുതൽ വേണം ഇവര് വിളിച്ചു വാങ്ങാനായിട്ട്. അത് ഫുള്ള് ഡയമണ്ട് കൊണ്ടുള്ളതാണ്. അപ്പൊ അത് കാണുമ്പോൾ ഇവൾക്ക് വാങ്ങിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. കൂടെ ഉള്ളവരും, മാഡം അത് വിളിക്കുക, അതിങ്ങ് വാങ്ങിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൾക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല, കാരണം അവളുടെ ഒരു പൈസയില്ല. അതേപോലെ തന്നെ ആ ഒരു കിരീടം യൂമിനും വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് സാമും മനസ്സിലാക്കി അവനും ലേലം വിളി സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ അതെല്ലാം കേൾക്കുന്ന നമ്മുടെ സോങ്ങിന്റെ പേഴ്സണൽ സെക്രട്ടറി അവനെ വിളിച്ചിട്ട് കാര്യം പറയുന്നു. അപ്പോ സോങ് ഇവരോട് പറയുന്നത്, ആ ഒരു കിരീടം വിട്ടുകളയാൻ പാടില്ല, അതെന്റെ വൈഫിന് വേണ്ടി ഞാൻ വാങ്ങിക്കാൻ പോകുന്നതാണ്. എന്റെ പ്രൈസിന് മുകളിൽ ആരും അത് വിളിക്കാൻ പാടില്ല, എത്ര രൂപയാണെങ്കിലും എനിക്ക് തന്നെ അത് കിട്ടിയിരിക്കണമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ സാമും നമ്മുടെ സോങ്ങിന്റെ സെക്രട്ടറി ആയിട്ട് വലിയൊരു മത്സരം തന്നെ നടക്കാണ്. അപ്പോ അത് കാണുന്ന സമയത്ത് ഈ പെണ്ണുങ്ങള് ഇവളോട് പറഞ്ഞു കൊടുക്കുന്നത്, മാഡത്തിന്റെ ഹസ്ബൻഡ് മാഡത്തിന് വേണ്ടിയായിരിക്കുമല്ലോ ഇത് വാങ്ങുന്നത്, അത് കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾക്കും തൊടാനുള്ള ഒരു ചാൻസ് ഒക്കെ തരണേ എന്നൊക്കെ പറയുന്നു. അവളും അതിനനുസരിച്ച് പൊങ്ങുന്നുണ്ട്. പക്ഷെ അവസാനം സാമിന് സോങ് വിളിക്കുന്ന ആ ഒരു എമൗണ്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. 500 മില്യൺ വരെ സോങ് വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കിരീടം കിട്ടുന്നത് സോങ്ങിന് തന്നെയാണ്. സാമിന് കയറ്റി വിളിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ അപ്പോഴേക്കും ലയയുടെ ഫോണിലേക്ക് താഴത്തെ പാർക്കിങ്ങിലുള്ള സെക്യൂരിറ്റി വിളിച്ചിട്ട്, നിങ്ങൾ വണ്ടി എവിടെയാ കൊണ്ട് പാർക്ക് ചെയ്തേക്കുന്നത്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് പറയുന്നു. അപ്പൊ ഈ ക്ലാരയും ഗ്യാങ്ങും, മാഡം പോണ്ട, ഞങ്ങൾ തന്നെ പൊക്കോളാം, ഞങ്ങൾ പോയി മാറ്റിയിട്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവര് 3 പേരും അവിടെ നിന്ന് പോകുന്നു. എന്നാൽ അതേ സമയം തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് ഇപ്പോ സോങ് എത്തിയിരിക്കുകയാണ്. അവൻ അങ്ങോട്ടേക്ക് വരുന്നത് കാണുമ്പോ സാം ഓടി അവന്റെ അടുത്തേക്ക് ചെന്ന്, ചേട്ടൻ എന്ത് പണിയാ കാണിച്ചത്, ഞാൻ എങ്ങനെയെങ്കിലും ഇത് കൊടുത്ത് ആ പെണ്ണിനെ ഒന്ന് വളയ്ക്കാൻ നോക്കിയതാ, നശിപ്പിച്ചല്ലോ, ആ കിരീടം എനിക്കിങ്ങ് തന്നൂടെ എന്ന് ചോദിക്കുമ്പോ സോങ് അവനോട്, ഞാൻ നിന്നോട് പറഞ്ഞതാ എന്റെ എംപ്ലോയീസിനെ വെറുതെ ബുദ്ധിമുട്ടിക്കരുതെന്ന്, നീ പോയേ എന്ന് പറയുമ്പോ ഇവൻ, ചേട്ടാ അങ്ങനെയല്ല, ഞാൻ ഇത്തവണ വളരെ സീരിയസ് ആണ്, എനിക്ക് യൂമിനെ വളരെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോ അത് കേട്ട് സോങ് ഷോക്ക് ആവുന്നു. യൂമിനോ എന്ന് ചോദിക്കുമ്പോ ഇവനും, അതെ എനിക്ക് ദേ അവളെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് യൂമിനെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോ സോങ് അവനോട്, നിന്റെ സെലക്ഷൻ വളരെ നന്നായിട്ടുണ്ട്, പക്ഷേ നീ കിരീടമല്ല കൊട്ടാരം കൊടുത്താലും അവള് നിന്നെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ആ ഒരു കിരീടവുമായിട്ട് യൂമിന്റെ അടുത്തേക്ക് വരുന്നു. പക്ഷെ ലയ ആ സമയത്ത് ഇവനെ എങ്ങനെയെങ്കിലും കറക്റ്റ് ചെയ്യാം, സിയോടെ വൈഫ് ഇല്ല എന്നാണല്ലോ ഇവളുടെ വിചാരം. അതുകൊണ്ട് തന്നെ അവനെ എങ്ങനെയെങ്കിലും കറക്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് എഴുന്നേറ്റ് ആ ഒരു ക്രൗൺ സ്വീകരിക്കുന്ന രീതിയിൽ ഇവന്റെ ഒറിജിനൽ വൈഫ് എന്ന രീതിയിൽ തന്നെ നിൽക്കുന്നു. പക്ഷെ സോങ് അവളെ മൈൻഡ് പോലും ചെയ്യാതെ നേരെ യൂമിന്റെ അടുത്തേക്കാണ് വരുന്നത്.
എന്നിട്ട് ഇവളോട് ഇത് നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അവളുടെ തലയിൽ ആ ഒരു കിരീടം വെച്ചു കൊടുക്കുന്നു. പക്ഷെ അത് കാണുന്ന സമയത്ത് അവിടെയുള്ള ബാക്കിയുള്ളവരൊക്കെ ഇതെന്താ ഈ സോങ് കാണിക്കുന്നത്, ഇത് അദ്ദേഹത്തിന്റെ വൈഫാണോ, മിസ് ലയ അല്ലേ അദ്ദേഹത്തിന്റെ വൈഫ്, ഇതെന്താ ഇപ്പൊ നടക്കുന്നത് എന്ന് ചോദിക്കുന്നു. സാമിനും അവിടെ നടക്കുന്നത് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അപ്പൊ ലയ ഉടനെ സോങ്ങിനോട് ഫസ്റ്റ് യങ് മാസ്റ്റർ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയോ, ഞാനല്ലേ നിങ്ങളുടെ വൈഫ്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ സോങ് അവളോട് അതിന് നീ ഏതാ എന്ന് ചോദിച്ചിട്ട് ഞാൻ ആദ്യം മുതൽ ഇതുവരെ ഒരു പെണ്ണിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അതെന്റെ വൈഫിനെ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഇവളെ യൂമിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നു. അത് കണ്ട് എല്ലാവരും ഷോക്കാവുകയാണ്. ലയ ആകെ നാണം കിട്ടി നാറി ചമ്മിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത്രയും നാളെ ഇവള് നാടകം കളിച്ചത് മൊത്തം യഥാർത്ഥ സിയോടെ വൈഫിന്റെ മുന്നിലായിരുന്നു. മാത്രമല്ല ലയ എല്ലാവരുടെ മുന്നിലും ഇത്രയും നാളും കള്ളം പറഞ്ഞതാണ് എന്ന കാര്യം മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവരൊക്കെ ഇവളെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു. പക്ഷെ ഇവിടെ സാം താൻ ആദ്യമായിട്ട് പ്രണയത്തിലായ ഒരു പെൺകുട്ടി തന്റെ ചേട്ടന്റെ വൈഫ് ആയിരുന്നു എന്ന് അറിഞ്ഞിട്ട് ഇവൻ തകർന്നു പോവാണ്. അങ്ങനെ ഇവള് എല്ലാവരുടെയും ആ ഒരു സംസാരം കേട്ട് താങ്ങാനാവാതെ അവിടെ വീണ് പോവാണ്. വീണു പോകുന്നില്ല, ഇരിക്കുന്നു. അപ്പോഴേക്കും ഇവൾക്ക് തറയിൽ കിടന്നിട്ട് ഒരു പെൻഡന്റ് കിട്ടുന്നു. ഇവളുടേതല്ല അത്, എങ്കിലും ഇവള് കയ്യിലെടുത്ത് വെക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഇവരുടെ ആ ഒരു മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നിട്ട് ആർക്ക് ഈ വിവാഹത്തിന് സമ്മതമായാലും എനിക്ക് വിവാഹത്തിന് സമ്മതമല്ല എന്ന് പറയുന്നു. ഇവര് ഓൾറെഡി തന്നെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇവന്റെ യഥാർത്ഥ വൈഫായിട്ടുള്ള നേരത്തെ സാം പറഞ്ഞ ആ ഒരു മോശക്കാരി പെൺകുട്ടി യൂമിനാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് ഇവരങ്ങോട്ട് വരുന്നത്. പക്ഷെ അവരങ്ങോട്ടേക്ക് വന്ന് നീ കല്യാണം കഴിച്ചോ, പക്ഷെ ഇതുപോലെ ഊരും പേരും ഇല്ലാത്ത ഒരു പെണ്ണിനെ ഒരിക്കലും നീ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല, നീ എത്രയും പെട്ടെന്ന് ഇവരെ ഡിവോഴ്സ് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നു. എന്നിട്ട് ഇവരെ നോക്കുന്ന സമയത്ത് ലയയുടെ കയ്യിൽ ഒരു പെൻഡന്റ് ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നു. സത്യത്തില് അത് അവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വര കുടുംബമായിട്ടുള്ള സൂ ഫാമിലിയുടെ പെൻഡന്റ് ആണ്. അത് കാണുമ്പോ ഇവർ വിചാരിക്കുന്നത് ഇവള് ആ ഒരു കുടുംബത്തിലേതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ സോങ്ങിനോട് നീ കല്യാണം കഴിക്കുന്നെങ്കിൽ ഇതുപോലൊരു പെണ്ണിനെ വേണം കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് ലയെ കാണിച്ചു കൊടുക്കുന്നു. അവളും ഇവര് പറയുന്നത് കേട്ട് അന്തം വിട്ട് നിൽക്കാണ്. പക്ഷെ ആ ഒരു പെൻഡന്റ് മറ്റാരുടെയല്ല, നമ്മുടെ യൂമിന്റെ തന്നെയാണ്. അവളാണ് ആ ഒരു നാട്ടിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വര കുടുംബത്തിൽപ്പെട്ട സൂ ഫാമിലിയിലെ പെൺകുട്ടി. അവളുടെ കയ്യിൽ നിന്ന് മിസ്സായതാണ് അത്. അപ്പോ ഇവളും ആ ഒരു അവസരം മുതലാക്കി ഇവള് ആ ഒരു വലിയ കോടീശ്വര കുടുംബത്തിലെ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മുത്തശ്ശിയെ യൂസ് ചെയ്ത് ഇവൾക്ക് യഥാർത്ഥത്തില് സിയോടെ വൈഫ് ആവാലോ. ഇത്രയും നാളെ ഫേക്ക് ആയിട്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഒറിജിനൽ ആയിട്ട് ആവാനൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവള് പുതിയ നാടകം കളിച്ച് അതേ മുത്തശ്ശിയെ ഞാൻ നിങ്ങൾ പറഞ്ഞ ആ കുടുംബത്തിലേക്ക് തന്നെയാണെന്ന് പറയുന്നു. പക്ഷെ യൂമിന് അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. തന്റേതാണ് ആ ഒരു പെൻഡന്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവൾ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷെ അതേ സമയം തന്നെ ഇവിടെ മറ്റൊരു ലേഡിയാണ് കാണിക്കുന്നത്. ഇവര് ഇപ്പോ യൂമിനുള്ള ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് മറ്റാരുമല്ല, നമ്മുടെ യൂമിന്റെ അമ്മ തന്നെയാണ്. ഇവരാണ് ആ ഒരു സൂ ഫാമിലിയുടെ ഹെഡ്, ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരി. എന്നാൽ അപ്പോ ഇവിടെ സോങ് മുത്തശ്ശിയോട് മുത്തശ്ശി ഞാൻ നിങ്ങളോട് മുന്നേ തന്നെ പറഞ്ഞതാണ്, എന്റെ ഈ ഒരു ജന്മത്തില് ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ വൈഫായിട്ടുള്ള യൂമിനെ മാത്രമായിരിക്കും. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇവളെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുമ്പോ ഇവര് ഞാൻ ഒരിക്കലും ഈ ഒരു അനാഥ പെണ്ണിനെ നിന്റെ കൂടെ താമസിപ്പിക്കാൻ അനുവദിക്കില്ല, നീ ഞാൻ പറയുന്ന പെണ്ണിനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ തീർച്ചയായും നിന്നെ എന്റെ ഫാമിലിയിൽ നിന്ന് പുറത്താക്കും എന്ന് പറയുന്നു. പക്ഷെ അതേ സമയം തന്നെ ഇവിടെ ഇവര് അങ്ങോട്ട് എത്തുന്നു. ആരാ പറഞ്ഞത് യൂമിൻ അനാഥയാണെന്ന് എന്ന് ചോദിച്ചുകൊണ്ട് ഇവര് നേരെ വന്ന് യൂമിനോട് മോളെ നീ എന്നോടൊപ്പം വാ, ഞാൻ നിന്റെ അമ്മയാണ് എന്ന് പറയുമ്പോ ഇവള് എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് പറയുന്നു. അപ്പോ അവര് ഒരു ഡയറി ഇവളെ കാണിക്കുന്നു. അതായത് പണ്ട് എല്ലാ മദേഴ്സ് ഡേക്കും ഇവളുടെ മദറിന് ഇവള് ഗിഫ്റ്റ് കൊടുക്കാറുള്ള ഇവളുടെ ഡ്രോയിങ്സ്. അത് കാണുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും എന്റെ അമ്മയാണോ എന്ന് ചോദിച്ചിട്ട് എങ്കില് നിങ്ങൾ ഇപ്പോ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ, ഞാനും നിങ്ങളുമായിട്ട് ഈ ഒരു ജന്മത്തില് യാതൊരുവിധ ബന്ധം ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നു. കാരണം ഇവളുടെ അച്ഛൻ സുഖമില്ലാതെ മരിച്ചതാണ്. ആ ഒരു സമയത്ത് ഇവള് വളരെ കുഞ്ഞതായിരുന്നു. പക്ഷെ അന്ന് ഇവരെ രണ്ടുപേരെയും ഉപേക്ഷിച്ചിട്ട് പോയ ഒരു സ്ത്രീയാണ് ഇവളുടെ അമ്മ. അച്ഛൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും തന്റെ കുഞ്ഞിനെ വന്ന് ഏറ്റെടുക്കാനായിട്ട് പറഞ്ഞ് ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവര് ഒരു മറുപടി പോലും പറയാതെ ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഭയങ്കര ദേഷ്യമാണ് അവളുടെ അമ്മയോട്. അപ്പോ ഇവള് ഇങ്ങനെ പറയുമ്പോ ഇവര് മുട്ടുകുത്തി അവളോട് ക്ഷമ ചോദിക്കുന്നു. താൻ ഒരിക്കലും നിന്നെയും നിന്റെ അച്ഛനെയും ഉപേക്ഷിച്ചിട്ട് പോകാൻ ആഗ്രഹിച്ചിട്ടില്ല. ആദ്യം മുതലേ തന്നെ ഞാനും നിന്റെ അച്ഛനുമായിട്ടുള്ള മാരേജിന് എന്റെ വീട്ടില് യാതൊരുവിധ സമ്മതം ഉണ്ടായിരുന്നില്ല.
പക്ഷെ എന്റെ വീട്ടില് എന്റെ അമ്മ വയ്യാതെ കിടക്കാണ്, മരിക്കാൻ പോവുകയാണ്, അവസാനമായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാനന്ന് എന്റെ വീട്ടിലേക്ക് പോയത്. പക്ഷെ അത് ഒരിക്കലും എന്നെ നിന്റെ അച്ഛനെ എന്നേക്കുമായിട്ട് പിരിക്കാനുള്ള ഒരു കുഴിയായിരിക്കും ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇവളോട് ഞാൻ ഒരിക്കലും നിന്നോട് ക്ഷമ ചോദിക്കില്ല മോളെ, പക്ഷെ ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഒരുപാട് കരയാണ്. എന്നാൽ അപ്പോഴേക്കും ഈ മുത്തശ്ശി യൂമിന്റെ അമ്മയോട് മാഡം നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, ഇവളല്ല നിങ്ങളെ മകള്, ദേ ഈ നിൽക്കുന്ന ലയാണ് നിങ്ങളുടെ മകള്, ഇവളുടെ കയ്യിലാണ് നിങ്ങളുടെ ഫാമിലിയുടെ പെൻഡന്റ് ഉള്ളത് എന്ന് പറയുന്നു. അവരും വന്ന ഇവളോട് നീയാണോ എന്റെ മോള് എന്ന് ചോദിക്കുമ്പോ ഇവള് ഒരു എളുപ്പമില്ലാതെ അതെ എന്ന് പറയുന്നു. പക്ഷെ ഇവര് അന്നേ അന്വേഷിച്ചു വന്ന കാര്യങ്ങൾ വെച്ച് കണ്ടുപിടിച്ചത് യൂമിൻ തന്നെയാണ് ഇവരുടെ മകള് എന്നാണ്. പക്ഷെ ഇപ്പോ ലയ ഇങ്ങനെ പറയുമ്പോ ഇവർക്കത് വിശ്വാസം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പെൻഡന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവളോട് ചോദിക്കുന്നു. പക്ഷെ ഇവൾക്ക് അധികം ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അതിനെ പറ്റിയോ ഈ ഫാമിലിയെ പറ്റിയോ ഒരുപാട് നോളജ് അവൾക്കില്ലല്ലോ. അപ്പോ യൂമിന്റെ അമ്മ ഇവളോട് ശരി, നിനക്ക് അതൊന്നും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീ ശരിക്കും സൂ ഫാമിലിയിലേക്ക് തന്നെ ആണെങ്കിൽ നിന്റെ ബ്ലഡ് കൊണ്ട് അതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിന്റെ ബ്ലഡ് ഈ പെൻഡന്റിൽ വീണ് കഴിഞ്ഞാല് തീർച്ചയായും ഇതെന്നോട് നീ എന്റെ മകള് തന്നെയാണോ അല്ലയോ എന്ന സത്യം വെളിവാക്കും എന്ന് പറയുന്നു. അപ്പോ ഇവളൊന്ന് പേടിക്കുന്നുണ്ട്. പക്ഷെ ഇവര് ബലമായിട്ട് തന്നെ അവളുടെ കൈ പിടിച്ച് മുറിച്ച് ഇവളുടെ ബ്ലഡ് ആ ഒരു പെൻഡന്റിൽ ആക്കുന്നു. പക്ഷെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇതെന്താ ഒരു റിയാക്ഷൻ ഇല്ലാത്തത് എന്ന് യൂമിന്റെ അമ്മ ചോദിക്കുമ്പോൾ ലയ അറിയില്ല, ഇത് ഒരുപാട് പഴകിയതല്ലേ, മാത്രമല്ല പൊട്ടിയിരിക്കുന്നതാണ്, അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ തന്നെ ഈ പഴഞ്ച സാധനത്തില് എന്ത് അത്ഭുതം സംഭവിക്കാനാ എന്നൊക്കെ പറയുന്നു. അപ്പൊ അതെല്ലാം കേട്ട് നല്ല ദേഷ്യം വന്ന് നിൽക്കാണ് നമ്മുടെ യൂമിൻ. ഇവൾ ആദ്യം സോങ്ങിന്റെ വൈഫാണ് എന്ന സ്ഥാനം തട്ടിയെടുത്തു. ഇപ്പോ ദേ സൂ ഫാമിലിയുടെ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഇവളുടെ സ്ഥാനം തട്ടിയെടുക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ നല്ല ദേഷ്യം വന്ന് നീ കള്ളത്തരമാണ് പറയുന്നത്, ഞാൻ ഇനിയും ഇത് സഹിച്ചു നിൽക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് ഇവള് നേരെ പോയി അവളുടെ കൈ ആ ഒരു കത്തി വെടിച്ച് മുറിച്ച് ഇവളുടെ ബ്ലഡ് ആ ഒരു പെൻഡന്റിൽ ആക്കുന്നു. ഉടനെ തന്നെ ആ ഒരു പെൻഡന്റ് പ്രകാശിക്കാനായിട്ട് തുടങ്ങുന്നു. മാത്രമല്ല അവിടെ ഫുള്ള് അതിന്റെ ആ ഒരു ലൈറ്റ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത് തന്നെയായിരുന്നു തന്റെ മകള് എന്ന സത്യം മനസ്സിലാവുന്നു. പക്ഷെ ലയ ഇവരുടെ മകളാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇവര് അവരുടെ ഗാർഡ്സിനോട് ഈ കള്ളത്തരം പറഞ്ഞ ഈ കള്ളിയെ ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കാനായിട്ട് പറയുന്നു. അവരും അതേപോലെ തന്നെ ലയെ അവിടെ നിന്ന് പുറത്താക്കുന്നു. അതിനുശേഷം യൂമിന്റെ അമ്മ ഇവളോട് സൂ ഫാമിലിയിൽ നിന്ന് ഉടനെ തന്നെ എന്റെ സ്ഥാനം ഞാൻ മാറുകയാണ്, എന്റെ മുഴുവൻ പ്രോപ്പർട്ടീസിന്റെയും ഉത്തരവാദിത്തം ഞാൻ നിന്നെ ഏൽപ്പിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത മാസം അതിനുള്ള കാര്യങ്ങൾ നടക്കാണ്, അടുത്ത മാസം അതിനുള്ള കാര്യങ്ങൾ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവള് എനിക്ക് നിങ്ങളുടെ ഒരു തരി പോലും സ്വത്ത് വേണ്ട എന്ന് പറയുന്നു. അപ്പൊ ഇവർക്ക് അവിടെ നിന്ന് പോവാനുള്ളത് കൊണ്ട് തന്നെ ഇവളോട് ഞാൻ എന്തായാലും നിന്നെ കാത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ യൂമിന്റെ അമ്മ പോയതിനു ശേഷം ഈ മുത്തശ്ശി ഇവളോട് ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായും നീ ആ ഒരു സിഒ പദവി ഏറ്റെടുത്തിരിക്കണം, അല്ലാത്ത പക്ഷം ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യില്ല, എന്റെ കൊച്ചുമകനെ നിനക്ക് തരില്ല എന്ന് പറയുന്നു. അപ്പോ സോങ് അവരോട് മുത്തശ്ശി അതൊന്നും നടക്കാനേ പോകുന്നില്ല, എനിക്ക് എന്റെ വൈഫിനെ വേണം എന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇവർക്ക് നല്ല ദേഷ്യം വരാണ്. അങ്ങനെ ഇവരെ കൊണ്ട് കളഞ്ഞിട്ട് പോകുന്നു. പക്ഷെ അതിനുശേഷമാണ് ഈ 3 പേര് ഇവളുടെ അടുത്തേക്ക് വരുന്നത്. അവര് കൊണ്ട് കളഞ്ഞിട്ട് പോയതൊന്നും ഇവര് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവളോട് വന്ന് എന്ത് പറ്റി മാഡം പുറത്ത് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോ നീയൊക്കെ എവിടെ പോയി കിടക്കായിരുന്നു, പരിപാടിയെല്ലാം കഴിഞ്ഞു, ഞാൻ എന്തായി പോവാൻ ഇറങ്ങി നിൽക്കായിരുന്നു, എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇവളുടെ മനസ്സില് ഭാഗ്യം ഈ ശല്യങ്ങള് ഒന്നും കണ്ടില്ല എന്നാണ്. അതിനുശേഷം പിറ്റേന്ന് ഇവരുടെ ഒരു കമ്പനി മീറ്റിംഗ് നടക്കാണ്. അതില് ബോസ് ചമഞ്ഞ് ഇരിക്കുന്നത് ലയ തന്നെയാണ്. അവള് ഇപ്പോഴും അവിടെ നിന്ന് പോയിട്ടില്ല. യൂമിൻ ഇവളോട് ചോദിക്കുന്നുണ്ട് ഇന്നലെ കിട്ടിയൊന്നും നിനക്ക് പോരെ എന്ന്. പക്ഷെ ഇവളെ വിട്ടുകൊടുക്കാതെ ഇന്നലെ എന്റെ ഹസ്ബൻഡ് എനിക്ക് ക്രൗൺ തന്നതിനെ അസൂയാണല്ലേ നിനക്ക് എന്ന് ചോദിച്ചിട്ട് ഇവളെ ഇട്ട് കളിയാക്കുന്നു. പക്ഷെ യൂമിൻ ഒന്നും മറുപടി പറയാൻ പോകുന്നില്ല. അപ്പോ ഇവരുടെ കമ്പനി ഒരു പുതിയ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. അതിനായിട്ട് പുതിയ ആഡും കാര്യങ്ങളൊക്കെ വേണം. സോ അത് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഉഷാറായിട്ട് നിൽക്കുന്നത് നമ്മുടെ യൂമിൻ തന്നെയാണ്. പക്ഷെ ആരും ഇവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവൾക്ക് ആ ഒരു ആഡ് ചെയ്യാനുള്ള ക്വാളിറ്റി ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോ യൂമിൻ ഇവരോട് ഞാൻ എന്തായാലും ഈ ഒരു ആഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ നിങ്ങളുടെ മാഡവും ആ ഒരു ആഡ് ചെയ്യട്ടെ, ആരാ അതിൽ മികച്ചതെന്ന് നമുക്ക് കാണാലോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും അതിന് ഓക്കെ പറയുന്നു. അങ്ങനെ യൂമിൻ ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് തീർച്ചയായും ഇതില് ഞാൻ തന്നെ വിജയിച്ചിരിക്കും, നിന്റെ മുഖംമൂടി എല്ലാവരുടെ മുന്നിൽ വെച്ചും ഞാൻ വലിച്ചു കീറും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇവളുടെ മനസ്സിലും അതുപോലെ തന്നെ ഇവളെ എത്ര
എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയിട്ട് പ്രസിഡന്റിന്റെ വൈഫ് ആവണം എന്ന് തന്നെയാണ്. അങ്ങനെ യോമിൻ അന്ന് ഫുള്ള് ഇരുന്നിട്ട് പിറ്റേന്ന് കാണിക്കാനുള്ള ആ ഒരു ആഡിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ കൂടെ തന്നെ ഈ ലയയും ഉണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ ലയ അവളുടെ വർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നു. അതിനുശേഷം യൂമിനും ഇവളുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അവളും അന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. എന്നാൽ ലയ ആ ഒരു ഓഫീസിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ഇവൾക്ക് ഒരിക്കലും ഒരു ആഡ് ചെയ്ത് വിജയിക്കാനൊന്നും സാധിക്കില്ലല്ലോ, അതിനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും ഇവൾക്കില്ല. അതുകൊണ്ട് തന്നെ ഇവള് നമ്മുടെ യൂമിൻ ചെയ്തു വെച്ചിരുന്ന ആ ഒരു വർക്ക് ഇവള് കോപ്പി ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും നേരം യൂമിൻ പോകുന്നത് വരെ അവിടെ പമ്മി നിന്നത്. അങ്ങനെ അതിനുശേഷം പിറ്റേന്ന് ആ ഒരു പ്രോജക്റ്റിന്റെ ആഡ് സബ്മിറ്റ് ചെയ്യുന്ന ദിവസമാണ്. ലയ ആദ്യം തന്നെ അവള് കോപ്പി അടിച്ച ആ ഒരു സാധനം എല്ലാവരുടെ മുന്നിലും അവതരിപ്പിക്കുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അവളെ വാരി പുകഴ്ത്തി വെക്കുന്നത് ഇവര് രണ്ടുപേരുമാണ്, ഈ ക്ലാരയും അതേപോലെ തന്നെ ഇവളും. പക്ഷെ ജിയ പറയുന്നുണ്ട്, മാഡം തുടക്കം വളരെ നന്നായിട്ടുണ്ടായിരുന്നു, പക്ഷേ ലാസ്റ്റ് ഒരു ഫിനിഷ് ഇല്ലാത്തതുപോലെയാണ് തോന്നിയത് എന്ന് പറയുന്നു. ലയക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും അവള് യൂമിന്റെ അടുത്ത് നീ അടുത്തത് പോയി ചെയ്, നമുക്ക് കാണാമല്ലോ എങ്ങനെയാവൂന്ന് എന്ന് പറഞ്ഞിട്ട് അവളെ സ്റ്റേജിലേക്ക് പറഞ്ഞയക്കുന്നു. യൂമിന് മനസ്സിലായി ഇവള് തന്റെ വർക്ക് തന്നെയാണ് കോപ്പി അടിച്ചതെന്ന്. പക്ഷെ അത് ക്രിയേറ്റ് ചെയ്ത ഇവൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നേരെ സ്റ്റേജിലേക്ക് കയറിയിട്ട് അവളുടെ വർക്ക് കാണിക്കുന്നു. അവളുടെ വർക്കും കാണുമ്പോൾ എല്ലാവർക്കും ഇത് ലയയുമായിട്ട് സാമ്യമുള്ളതായിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോ യൂമിൻ എല്ലാവരോടും, നിങ്ങൾക്ക് ഈ ഒരു ആഡ് കാണുന്ന സമയത്ത് ലയ മാഡത്തിന്റെ ഇതുപോലെ സാമ്യം തോന്നിയേക്കാം, പക്ഷെ ഒരു മിസ്റ്റേക്ക് പറ്റി, മാഡം എന്റെ ഇത് ഫുൾ ആയിട്ട് കോപ്പി അടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആഡിന്റെ ബാക്കി കൂടി കാണിക്കുന്നു. അതായത് ലയ കോപ്പി ചെയ്തത് യൂമിന്റെ ഒരു പകുതി പാർട്ട് മാത്രമായിരുന്നു. ഇവൾക്ക് നേരത്തെ തന്നെ അറിയാം ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ജിയ പറഞ്ഞതുപോലെ ഇവളുടെ വർക്ക് ഒരു എൻഡിങ് ഇല്ലാതെ അവസാനിച്ചത്. പക്ഷെ യൂമിൻ സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ആഡ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുകയാണ്. കാരണം അത് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. ഇവള് പണി കൊടുക്കാൻ നോക്കി സ്വയം പണി വാങ്ങി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്നാൽ അതേ സമയം തന്നെ അങ്ങോട്ട് സോങ് എത്തുകയാണ്. അവനെ കാണുമ്പോ തന്നെ ഇവള് പേടിച്ച് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് മുഖം മറിച്ചിരിക്കുകയാണ്. സോങ് വന്നിട്ട് ആ ഒരു 2 പ്രോജക്റ്റും ഒന്നേന്ന് പ്ലേ ചെയ്യാനായിട്ട് പറയുന്നു. അങ്ങനെ അത് പ്ലേ ചെയ്ത് അവൻ ഫുള്ള് കാണുകയാണ്. ലയയുടെ വർക്ക് കാണുന്ന സമയത്ത് അത് അവന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതവൻ പറയുമ്പോ ക്ലാര, സർ ഇത് സാറിന്റെ വൈഫ് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, മാഡത്തിന്റെ എഫേർട്ട് ഇതിനു വേണ്ടി വളരെയധികം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. അപ്പോ സോങ്, ആരുടെ വൈഫ് നിങ്ങള് ഉദ്ദേശിക്കുന്നത് ലയ ആണോ എന്ന് ചോദിക്കുമ്പോ ക്ലാരയും അതെ മാഡം അല്ലേ സാറിന്റെ വൈഫ് എന്ന് ചോദിക്കുമ്പോ സോങ് എല്ലാവരോടും എനിക്ക് ഒരേ ഒരു വൈഫ് മാത്രമേ ഉള്ളൂ, അത് ഇവളാണ് എന്ന് പറഞ്ഞിട്ട് യൂമിനെ അവിടെയുള്ള സ്റ്റാഫുകൾക്കെല്ലാം പരിചയപ്പെടുത്തുന്നു. അത് കണ്ട് ഇവരുടെ ഒക്കെ കിളി പോവുകയാണ്. ലയ ഒന്നും തന്നെ മിണ്ടുന്നില്ല, കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അവൾക്ക് ഓൾറെഡി തന്നെ അറിയാലോ. അപ്പോ ഇവളുടെ ആ ഒരു ഗ്യാങ് ലയയുടെ അടുത്ത്, അപ്പോ നിങ്ങൾ ഞങ്ങളെ ഇത്രയും നാളും പറ്റിച്ചുകൊണ്ടിരിക്കായിരുന്നു, എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ സിയോടെ വൈഫ് ആണെന്നല്ലേ ഞങ്ങളോട് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോ അവള്, ഞാൻ എപ്പോഴാ നിന്നോടൊക്കെ അങ്ങനെ പറഞ്ഞത്, നീയൊക്കെ തന്നെയാണ് ആ പദവി എനിക്ക് തന്നത്, അല്ലാണ്ട് ഞാനല്ല എന്ന് പറഞ്ഞിട്ട് അവള് കൈമലർത്തുന്നു. ഇവരൊക്കെ ഇത്രയും നാളും അപമാനിച്ചതും നാണം കെടുത്തിയതും പണി കൊടുത്തതും ഒക്കെ ഇവരുടെ സിയോടെ വൈഫിനായിരുന്നു എന്നറിഞ്ഞിട്ട് ഇവര് നല്ല അവസ്ഥയിലാവുകയാണ്. യോമിൻ എന്തായാലും അവരോട് ക്ഷമിക്കാൻ പോകുന്നില്ല. ഞാൻ നിങ്ങളെ എല്ലാവരെയും പലതവണ വാൺ ചെയ്തതാണ്, പക്ഷെ നിങ്ങൾ ആരും തന്നെ എന്റെ വാക്കിന് പുല്ല് വില പോലും കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ നിന്നെയൊക്കെ പോലുള്ള സാധനങ്ങള് ഇനി ലൂ ഗ്രൂപ്പിന് ആവശ്യമില്ല എന്ന് പറയുമ്പോ സോങ്ങും, എന്റെ വൈഫിനെ ഇത്രയും നാളും അപമാനിച്ച് ഉപദ്രവിച്ച് നിന്നെയൊക്കെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ ഞാനും ഉദ്ദേശിക്കുന്നില്ല, നിന്നെയൊക്കെ ഇവിടെ നിന്ന് ഫയർ ചെയ്യാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ സെക്യൂരിറ്റീസ് വന്ന് ഇവരെ 3 പേരെയും പുറത്താക്കുന്നു, ജിയെ ഒഴിച്ച്. അവള് കുറച്ചെങ്കിലും മയവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തി ആയിരുന്നല്ലോ. അവള് ഒരുപാടൊന്നും നമ്മുടെ യൂമിനെ ഉപദ്രവിക്കാനോ നാണം കെടുത്താനോ കൂട്ടു നിന്നിട്ടില്ല. അവരെ അവിടെ നിന്ന് പുറത്താക്കി കഴിയുമ്പോ ജിയ യൂമിനോട് വന്ന്, ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞിട്ട് ഇവളോട് ക്ഷമ ചോദിക്കുന്നു. ഫ്യൂച്ചറിൽ ഞാൻ എന്തായാലും ഇവിടുത്തെ നല്ലൊരു എംപ്ലോയി ആയിരിക്കും എന്ന് പറയുമ്പോൾ യൂമിനും അവളെ ആശ്വസിപ്പിച്ച് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവര് 2 പേരും ഇപ്പോ അവരുടെ വീട്ടിലാണ് ഉള്ളത്. അപ്പോ സോങ് ഇവളോട്, ഇത്രയും നാളും നീ എന്റെ കമ്പനിയിൽ ഇത്രയും സഫർ ചെയ്യാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുമ്പോ ഇവള്, അതൊന്നും സാരമില്ല, അതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ, ഞാനതൊക്കെ വിട്ടു എന്ന് പറയുമ്പോ സോങ്,
അല്ല, നീ നിന്റെ ഫാമിലിയിലേക്ക് തിരിച്ചു പോകുന്നില്ലെന്ന് ഉറപ്പാണോ? അമ്മ നിന്നെയല്ലേ എല്ലാം ചുമതലപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് എനിക്ക് അങ്ങോട്ടൊന്നും പോണ്ട, ഞാൻ നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്തത്, എനിക്കതിന് റിവാർഡ് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോ അവനും ഇവൾക്കുള്ള റിവാർഡായിട്ട് അവര് കിസ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് കറക്റ്റ് സാം അങ്ങോട്ടേക്ക് വരുന്നു. മുത്തശ്ശി വയ്യാണ്ട് ഹോസ്പിറ്റലിലാണ്, കുറച്ച് സീരിയസ് ആണ് എന്ന് പറയുമ്പോൾ ഇവര് രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. അപ്പോ ആ മുത്തശ്ശിയാണെങ്കിൽ അവരുടെ അവസാനത്തെ ആഗ്രഹമായിട്ട് നമ്മുടെ യൂമിനോട് പറയുന്നത് ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരി ആവണം, സൂ ഫാമിലിയിലേക്ക് തിരിച്ചു പോകണം എന്നാണ്. മുത്തശ്ശിയുടെ ഒരു അന്ത്യാഭിലാഷം ആയതുകൊണ്ട് തന്നെ സോങ് ഇവളെ നിർബന്ധിക്കുന്നില്ല. പക്ഷെ അവളായിട്ട് തന്നെ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് പറയുന്നു. അതിനുശേഷം ഇപ്പൊ നമ്മള് സൂ ഫാമിലിയാണ് കാണുന്നത്. യൂമിന്റെ അമ്മ അവരുടെ യഥാർത്ഥ മകൾക്ക് തന്നെ അവരുടെ സ്വത്തുക്കളെല്ലാം കൊടുക്കാനായിട്ട് പോവുകയാണല്ലോ. പക്ഷെ ആ ഒരു കാര്യം അവരുടെ അച്ഛന് ഒട്ടും തന്നെ പിടിക്കുന്നില്ല. ഇവരാണ് യൂമിന്റെ അച്ഛനെയും ഇവരെയും തമ്മിൽ പിരിച്ചതും എല്ലാം. അയാളുടെ കൂടെ തന്നെ മറ്റൊരു പെണ്ണുണ്ട്, അവളുടെ പേര് സൂയാൻ എന്നാണ്. ഇയാളുടെ തന്നെ മറ്റൊരു കൊച്ചുമകളാണ്. ഇയാള് നമ്മുടെ യൂമിനെ ഒരു കൊച്ചുമകളായിട്ട് കണക്കാക്കുന്നില്ല, ഇവളെ മാത്രമാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂമിന്റെ അമ്മയുടെ സ്വത്തുക്കളും കാര്യങ്ങളും എല്ലാം തന്നെ സൂയാനെ ഏൽപ്പിക്കാനാണ് ഇയാള് പറയുന്നത്. പക്ഷെ യൂമിന്റെ അമ്മയ്ക്ക് അതിനോട് താല്പര്യമില്ല. കാരണം അതവര് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അത് അവരുടെ മകൾക്ക് കൊടുക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവള് മുത്തശ്ശനോട് ആ യൂമിൻ എന്തായാലും ഈ കുടുംബത്തിലെ കയറാൻ ഞാൻ അനുവദിക്കില്ല മുത്തശ്ശൻ പേടിക്കണ്ട, ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. അതിനുശേഷം ഇപ്പൊ ഇവരുടെ ആ ഒരു അധികാരങ്ങള് കൈമാറുന്ന ദിവസമാണ്. സൂയാൻ ആ ഒരു സമയത്ത് യൂമിന്റെ അമ്മയോട് വന്ന് ആന്റി ഈ കാര്യങ്ങളൊക്കെ വേണോ, നമുക്ക് തിരിച്ചു പോയാലോ, യൂമിൻ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ അതേ സമയം തന്നെ യൂമിൻ അങ്ങോട്ട് എത്തുന്നു. ഉടനെ തന്നെ ഇവര് എല്ലാവർക്കും അവളെ പരിചയപ്പെടുത്തുന്നു. പക്ഷെ സൂയാന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൾക്ക് അറിയാവുന്ന ഒരു മോശപ്പെട്ട ഒരു വ്യക്തിയെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നു. കുറച്ച് റിച്ചൊക്കെയാണ്, പക്ഷെ കയ്യിലിരിപ്പ് അത്ര ശരിയല്ല. എന്നിട്ട് അയാളോട് നിങ്ങൾക്ക് ഒരു കോടീശ്വരി വേണോന്നല്ലേ ആഗ്രഹം, ദേ അവളാണ് സൂ ഫാമിലിയിലെ അടുത്ത അവകാശിയാവാൻ പോകുന്നത്. എന്നിട്ട് ഇവളുടെ കയ്യിലുള്ള ഒരു ഡ്രഗ്സ് എടുത്ത് കാണിച്ചിട്ട് അവളുമായിട്ട് ഒരു 1 നൈറ്റ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അവള് നിങ്ങൾക്ക് സ്വന്തമായിരിക്കും. അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാല് അറിഞ്ഞു ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അത് ഇയാളെ ഏൽപ്പിക്കുന്നു. അയാളും നേരെ യൂമിന്റെ അടുത്തേക്ക് വരുന്നു. അവളപ്പോ മേക്കപ്പ് ഒക്കെ ടച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇയാള് പുറകില് വന്ന് നിൽക്കുന്നതും അതേപോലെ തന്നെ ആ ഡ്രഗ്സ് അവിടെ ഉണ്ടായിരുന്ന വൈനിൽ ചേർക്കുന്നതും എല്ലാം തന്നെ ആ ഗ്ലാസ്സിലൂടെ ഇവള് കാണുന്നു. എങ്കിലും ഒന്നും അറിയാത്ത പോലെ തന്നെ നിന്ന് അയാൾ പരിചയപ്പെടുമ്പോ ഇവളും അയാളോട് സംസാരിക്കുന്നു. പക്ഷെ അതിന്റെ സൈഡിലൂടെ ഇവൾ ആ ഒരു ഡ്രിങ്ക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു. പക്ഷെ അത് ഇയാള് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളോട് നിങ്ങൾ സൂ ഫാമിലിയിലെ അധികാരം ഏറ്റെടുക്കാൻ പോവുകയാണല്ലേ, ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഡ്രിങ്ക്സ് എടുത്ത് ഇവൾക്ക് കൊടുക്കുന്നു. എന്നിട്ട് അയാളും ഒരെണ്ണം എടുക്കുന്നു. പക്ഷെ അയാള് ഡ്രഗ്സ് മിക്സ് ചെയ്ത അതേ സാധനം തന്നെയാണ് അയാള് കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അയാൾക്ക് അത് തലയ്ക്ക് പിടിക്കുന്നു. സോ യൂമിൻ തന്നെയാണ് അയാളെ റൂമിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതെല്ലാം തന്നെ ഇവള് കണ്ട് സന്തോഷിക്കുന്നു. അതിനുശേഷം യൂമിന്റെ അമ്മ വന്നേക്കുന്ന ഗസ്റ്റുകളോടൊക്കെ ഒന്ന് സംസാരിക്കാനായിട്ട് പറഞ്ഞ് യൂമിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷെ യൂമിൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഉടനെ തന്നെ സൂയാൻ ആന്റി യൂമിൻ ഒരാളോടൊപ്പം റൂമിലോട്ട് കയറി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഷോക്കായിട്ട് അങ്ങോട്ട് ചെല്ലുന്നു. ഇവര് പുറത്തു വന്നിട്ട് ആ ഒരു റൂമിന്റെ ഡോറിൽ തട്ടുന്നുണ്ടെങ്കിലും ആരും അതിനകത്ത് നിന്ന് തുറക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ഇവര് എങ്ങനെയൊക്കെയോ ചവിട്ടി തുറന്ന് അകത്ത് വരുന്നു. പക്ഷെ അകത്ത് വരുമ്പോ കാണുന്ന കാഴ്ച ഇയാള് ഒരു തലയണയും കെട്ടിപ്പിടിച്ച് കിടക്കാണ്. മറ്റൊരു സൈഡിൽ നിന്ന് ഇവര് രണ്ടുപേരും ഇറങ്ങി വരുന്നു. അത് കാണുമ്പോ തന്നെ അമ്മയ്ക്ക് ആശ്വാസമാവുന്നു. നിനക്കൊന്നും പറ്റിയില്ലല്ലോ മോളെ എന്ന് ചോദിക്കുമ്പോ ഇവളും ഇല്ല അമ്മേ, ഞങ്ങള് ജസ്റ്റ് കാറ്റുകൊള്ളാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു. എന്നാൽ അപ്പോഴേക്കും ഇയാള് സൂയാന്റെ അടുത്തേക്ക് വന്നിട്ട് നീ തന്ന സാധനത്തിന് ഇത്രയ്ക്ക് പവർ ഉണ്ടോ, നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കുന്നു. അപ്പൊ തന്നെ അമ്മയ്ക്ക് കാര്യം മനസ്സിലാവുന്നു, ഇതിന് പിന്നിലെ പ്രവർത്തിച്ചത് ഇവളാണെന്ന്. യൂമിനും നടന്ന കാര്യങ്ങള് എല്ലാം തന്നെ എല്ലാവരോടും പറയുന്നു. അയാളെ ഇവിടെ കൊണ്ടെത്തിച്ചിട്ട് സോങ്ങിനെ വിളിച്ചു വരുത്തിയതും എല്ലാം. ഉടനെ തന്നെ സൂയാൻ ഇല്ല ഞാനിത് ചെയ്തിട്ടില്ല, ഞാൻ എന്റെ സിസ്റ്ററിനോട് ഇങ്ങനെ ചെയ്യോ എന്ന് ചോദിക്കുമ്പോ ഇയാള് ബോധമില്ലാണ്ട് നീ എന്തിനാ മോളെ ഇങ്ങനെ അഭിനയിക്കുന്നത്, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തത്, നിനക്ക് ഈ സ്വത്തെല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോ യൂമിന്റെ അമ്മ സൂയാനെ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കാനായിട്ട് പറയുന്നു. എന്നാൽ അതേ സമയം തന്നെ ഇവളുടെ മുത്തശ്ശൻ എന്റെ കൊച്ചുമകളെ ആരാ തൊടുന്നത്, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എത്തുന്നു. അയാളുടെ വിചാരം അയാൾ വയസ്സായി കിടന്നാൽ ഒരേ ഒരു വ്യക്തിയെ നോക്കാനുണ്ടാവും, അത് സൂയാൻ ആണ് എന്നാണ്. അതുകൊണ്ട് മാത്രമാണ് അയാൾ ഇവൾക്ക് പണ്ട് മുതലേ സപ്പോർട്ട് നിൽക്കുന്നത്. പക്ഷെ യൂമിന്റെ അമ്മ അച്ഛനോട് ഇവള് എന്റെ കയ്യിലുള്ള സ്വത്ത് കണ്ടിട്ട് മാത്രമാണ് നിങ്ങളെ കുപ്പിയിലാക്കി വെച്ചേക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും സൂയാൻ വളരെ പാവത്തിലും മുത്തശ്ശനോട് ഇവരൊക്കെ എന്താ ഈ പറയുന്നത് മുത്തശ്ശ എന്ന് ചോദിച്ച് അഭിനയിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാളും യൂമിന്റെ അമ്മയോട് അവരുടെ സ്വത്തുക്കളെല്ലാം തന്നെ സൂയാന്റെ പേർക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട്
പറയുന്നു. പക്ഷെ അവര് ഇതെല്ലാം എന്റെ മകൾക്കുള്ളതാണ്, അല്ലാതെ ഇവൾക്കുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് യൂമിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ പുറത്തു വന്നിട്ട് യൂമിനോട് അമ്മ പിറ്റേന്ന് തന്നെ കമ്പനി കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാനായിട്ട് പറയുന്നു. പക്ഷെ യൂമിന് അതിനോടൊന്നും ഇപ്പൊ വലിയ താല്പര്യമില്ല. പക്ഷെ സോങ് അവളോട് നിനക്ക് ആർട്സിനോട് ഒരുപാട് കമ്പമല്ലേ, സോ ഗ്രൂപ്പില് അതിനായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ, നീ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറയുമ്പോ ഇവളും അങ്ങനെയാണെങ്കിൽ ഓക്കെ, പക്ഷെ ഞാൻ അവിടെ ഒരു ഇന്ത്യൻ ആയിട്ട് പൊക്കോളാം, എന്നിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് തീരുമാനിക്കാം എന്ന് പറയുമ്പോ അമ്മയും ശരി മോളെ നീ നാളെ തന്നെ പൊക്കോ, ഞാൻ അവിടെ എല്ലാം ഏർപ്പാട് ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം പിറ്റേന്ന് യൂമിനും ഇവളുടെ അമ്മയുടെ ആ ഒരു കമ്പനിയിലോട്ട് എത്തുന്നു. പക്ഷെ അവിടെ ഓൾറെഡി ജോലി ചെയ്യുന്ന സ്റ്റാഫിനൊന്നും തന്നെ ഇവളെ തീരെ പിടിക്കുന്നില്ല. അവരെല്ലാവരും സൂയാന്റെ കയ്യാളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ബോസ് എന്നും സൂയാനാണ് എന്ന രീതിയിലാണ് അവരുടെ സംസാരം. ഇവള് യഥാർത്ഥത്തില് സൂ ഫാമിലിയിൽ പെട്ടതല്ല, ഏതോ അനാഥ പെണ്ണാണ്, മാഡം ഏറ്റെടുത്തതാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വന്ന ദിവസം തന്നെ യൂമിന് നല്ല പ്രഷർ നേരിടേണ്ടി വരുന്നുണ്ട്. ഈ സൂയാനും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ അവള് നല്ല അഹങ്കാരത്തില് അങ്ങോട്ടേക്ക് വന്ന യൂമിനോട് മുത്തശ്ശൻ എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം എന്റെ കൈകളിലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന്, അതുകൊണ്ട് നീ അധിക നാളൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോ യൂമിൻ മുത്തശ്ശന് തന്നെ ഇതിലൊന്നും ഒരു അവകാശമില്ല, പിന്നെയല്ലേ നിനക്ക് വാങ്ങിച്ചു തരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവളെ ദേഷ്യം പിടിപ്പിച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ചും ഇൻസൾട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അവള് കൂടുതലൊന്നും സംസാരിക്കാൻ പോകുന്നില്ല. അങ്ങനെ അതിനുശേഷം യൂമിനും അവളുടെ വർക്കിലേക്ക് കയറാൻ തുടങ്ങുമ്പോ അവിടുത്തെ മാനേജർ വന്നിട്ട് നീ ഏതാ, ഇത്രയും പേര് ഇവിടെ ബിസി ആയിരിക്കുമ്പോ നീ എന്താ ഇവിടെ ചെയ്യുന്നത്, ചുമ്മാതിരിക്കാൻ വന്നതാണോ, നീ എങ്ങനെയാ ഇതിനകത്ത് കയറിയത് എന്ന് ചോദിക്കുമ്പോ ഇവര് മാനേജർ സർ ഞങ്ങൾ ഈ പെൺകുട്ടിയോട് ഒന്ന് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞതാ, അപ്പൊ ഇവള് അവളുടെ ഡ്രസ്സിലൊക്കെ പെയിന്റ് ആവും എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുക, പുതിയ ട്രെയിനിയാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയുമ്പോ മാനേജർ ഇവളോട് നീ ഇവിടുത്തെ ആരായാലും ശരി എന്റെ മുന്നിൽ വെറും ഒരു ട്രെയിനി മാത്രമാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവരെയൊക്കെ ഹെൽപ്പ് ചെയ്തോ, ഉടനെ തന്നെ നമ്മുടെ എക്സിബിഷൻ വരാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇവള് വീട്ടിൽ വന്നിട്ട് സോങ്ങിനോട് ഞാൻ പോകുന്നിടത്തെല്ലാം എന്താ എല്ലാവരും എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് നല്ല ദേഷ്യത്തിന് നിൽക്കാണ്. അപ്പോ അവൻ ഇവളോട് നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ അങ്ങ് നിർത്തിയേക്ക്, ഞാൻ നിന്നെ നോക്കിക്കോളാം എന്ന് പറയുമ്പോ ഇവള് എന്നെ അങ്ങനെ തോൽപ്പിക്കാന്ന് വിചാരിക്കണ്ട, ഞാൻ എന്തായാലും അങ്ങനെ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു. പിന്നീട് നമ്മള് പിറ്റേന്നാണ് കാണുന്നത്. ആ ഒരു എക്സിബിഷൻ നടക്കാനായിട്ട് പോവുകയാണല്ലോ, അതുകൊണ്ട് തന്നെ അവിടുത്തെ മാനേജർ ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് അവിടെയുള്ള പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ ഒരു നൈറ്റ് ഫുള്ള് കാവലിരിക്കണം എന്ന് പറഞ്ഞിട്ട് യൂമിനെ ഏൽപ്പിക്കുന്നു. പക്ഷെ അത് കാണുമ്പോൾ സൂയാന് യൂമിന് ഒരു പണി കൊടുക്കാനുള്ള പ്ലാൻ എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവര് മൂന്നുപേരും ഇവളോട് ഇവിടെ ക്യാമറയൊക്കെ ഉള്ളതാ, അതുകൊണ്ട് നീ ഞങ്ങളെ കഷ്ടപ്പെട്ട് ചെയ്ത വർക്കൊന്നും എടുത്താർക്കും മറിച്ച് വിറ്റേക്കരുത് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ അതിനുശേഷം നമ്മൾ പിറ്റേന്നാണ് കാണുന്നത്. ഇവരാണ് രാവിലെ വന്ന് അവിടെ ഇരുന്ന് ഉറങ്ങുന്ന നമ്മുടെ യൂമിനെ വിളിച്ചുണർത്തുന്നത്. എന്നിട്ട് ഇവളോട് എത്ര നേരമായിട്ട് മാനേജർ നിന്നെ വിളിച്ചോണ്ടിരിക്കാം, നിന്നെ ഇവിടെ ഉറങ്ങാനാണോ ഏൽപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോഴാണ് അവള് ഫോൺ എടുത്ത് നോക്കുന്നത്. പക്ഷെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അവര് തന്നെ ഓഫ് ആക്കിയതാണ്. അതുകൊണ്ട് തന്നെ എന്താ ആവശ്യം എന്നറിയാനായിട്ട് പെട്ടെന്ന് ഇവള് മാനേജറിനെ കാണാനായിട്ട് പോകുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ഈ രണ്ട് പെണ്ണുങ്ങളും കൂടി ചേർന്ന് സൂയാന്റെ വാക്ക് കേട്ട് അവിടെ ഉണ്ടായിരുന്ന പെയിന്റിങ്സ് മൊത്തം നശിപ്പിക്കുന്നു. അവര് തന്നെ വരച്ചതാണ്, പക്ഷെ അവർ തന്നെ കുളമാക്കുന്നു അതെല്ലാം. അങ്ങനെ യൂമിനും ഇവിടെ ആ ഒരു മാനേജറിന്റെ ഓഫീസിൽ വരുന്ന സമയത്ത് അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇവൾക്ക് അവർ തന്നെ മനഃപൂർവ്വം അവിടെ നിന്ന് മാറ്റിയതാണ് എന്ന കാര്യം മനസ്സിലാവുന്നത്. അങ്ങനെ ഇവള് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തിരിച്ചു ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച മാനേജർ അവിടെയുള്ള പെയിന്റിങ്സ് ഒക്കെ കണ്ട് ഇവളോട് ഇതിന് വേണ്ടിയിട്ടാണോ നിന്നെ ഞങ്ങൾ ഇതെല്ലാം നോക്കാൻ ഏൽപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോഴാണ് യൂമിനും അത് കാണുന്നത്. ആ ഒരു പെയിന്റിങ്സ് എല്ലാം തന്നെ നശിച്ചിരിക്കുകയാണ്. ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ മൂന്നുപേര് തന്നെയാണ് ഇതിന്റെ പിറകിലെന്ന്. അതുകൊണ്ട് തന്നെ മാനേജറിനോട് ഞാനല്ല ഇവരാണ് ഇത് ചെയ്തത് എന്ന് പറയുമ്പോ സൂയാൻ ഉടനെ ഞങ്ങളിത് എത്ര കഷ്ടപ്പെട്ട് വരച്ച പെയിന്റിംഗ് ആണെന്ന് നിനക്കറിയോ, അത് ഞങ്ങളായിട്ട് തന്നെ നശിപ്പിക്കോ, ഞങ്ങളുടെയൊക്കെ എത്ര ദിവസത്തെ കഷ്ടപ്പാടായത് എന്ന് പറഞ്ഞ് അഭിനയിക്കുമ്പോൾ ഇവളെ മാനേജറിനോട് എങ്കിൽ പിന്നെ CCTV ഒന്ന് പരിശോധിക്കാനായിട്ട് പറയുന്നു. അപ്പോ അയാള് ഇവിടുത്തെ CCTV ഒക്കെ ഓൾറെഡി കേടായി കിടക്കാണ് എന്ന് പറയുമ്പോഴാണ് തലേന്ന് ഇവര് ആ ഒരു CCTVയുടെ കാര്യം എടുത്തു പറഞ്ഞതിന്റെ കാരണം ഇവൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ആ മാനേജർ ഇവളോട് നീ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, നാളെ രാവിലെ 9 മണിക്കാണ് എക്സിബിഷൻ നടക്കാൻ പോകുന്നത്, ഇനി വെറും 10 മണിക്കൂർ മാത്രമേ നിന്റെ മുന്നിലുള്ളൂ, നാളെ രാവിലെ 8:30 തന്നെ ഈ പെയിന്റിങ്സ് എല്ലാം പഴയതുപോലെ റീസ്റ്റോർ ചെയ്ത് എനിക്ക് കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ നീ ഇനി ഈ കമ്പനിയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. സൂ ഗ്രൂപ്പിന്റെ തന്നെ പുതിയ അവകാശം ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഇനി നാളെ മുതൽ എല്ലാവരും പറഞ്ഞു ചിരിക്കും എന്ന് പറഞ്ഞിട്ട് സൂയാനും കൂട്ടരും അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇവളും അത് തിരിച്ച് റിക്കവർ ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നു. പക്ഷെ സോങ് അപ്പോഴേക്കും വിളിച്ചിട്ട് നീ എന്താ വീട്ടിലേക്ക് വരാതിരുന്നത്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇവള് എല്ലാ കാര്യവും അവനോട് തുറന്നു പറയുന്നു. അപ്പോ സോങ് ഇവളോട് അത്രേ ഉള്ളൂ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങോട്ട് എത്തി എന്ന് പറഞ്ഞിട്ട് മികച്ച ആർട്ടിസ്റ്റുകളുമായിട്ട് അങ്ങോട്ട് എത്തുന്നു. അവരും അങ്ങോട്ടേക്ക് വന്ന് അവിടെ നല്ല രീതിയിൽ തന്നെ ആ ഒരു പെയിന്റിങ് തിരിച്ച് റിക്കവർ ചെയ്യാനുള്ള
പണികൾ ചെയ്യുന്നു. യൂമിന് വലുതായിട്ട് കഷ്ടപ്പെടേണ്ടി ഒന്നും തന്നെ വരുന്നില്ല. സോങ് അവളെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ പിറ്റേന്ന് ആ ഒരു എക്സിബിഷൻ നടക്കാണ്. ഇപ്പോ 8:40 ഇതുവരെയും ആ ഒരു പെയിന്റിങ് യൂമിൻ അവിടെ എത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അവൾ വരാനും പോകുന്നില്ല എന്നാണ് ഇവര് വിചാരിക്കുന്നത്. ആ മാനേജറിനോടും ഇവര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല സർ, അവൾക്ക് ആ പെയിന്റിങ് പഴയതുപോലെ ആക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഓടിപ്പോയെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്ന് അവൾ എന്ത് പരിപാടിയാ കാണിച്ചത്, അവൾക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അതേ സമയം തന്നെ യൂമിൻ വരച്ച ചിത്രങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് എത്തുന്നു. ഇവർക്ക് അത് വിശ്വസിക്കാനേ ആവുന്നില്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവൾ ആ ഒരു ചിത്രങ്ങൾ പഴയതുപോലെ ആക്കി എന്ന കാര്യം. എങ്ങനെയായിരുന്നു മുന്നേ ആ ചിത്രങ്ങൾ ഉണ്ടായിരുന്നത്, അതിനേക്കാൾ ഇരട്ടി മനോഹരായിട്ടാണ് ഇപ്പോ അതൊക്കെ ഉള്ളത്. അത് കണ്ട് ഇവര് നല്ല രീതിയിൽ തന്നെ ഷോക്ക് ആവുകയാണ്. ആ ഒരു ചിത്രങ്ങളൊക്കെ അവിടെ വന്നിട്ടുള്ള ആളുകൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മാനേജറും ഇവളോട് വന്ന് ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടില്ല ഇവളെ അഭിനന്ദിക്കുന്നു. മാത്രമല്ല ഈ ഒരു എക്സിബിഷൻ തീർന്നു കഴിഞ്ഞാൽ HR-നോട് പറഞ്ഞ് കമ്പനിയുടെ സ്ഥിരം സ്റ്റാഫായിട്ട് നിയമിക്കും എന്നും പറയുന്നു. അതെല്ലാം തന്നെ സൂയാനും കേൾക്കുന്നു. ഇവൾക്ക് അത് തീരെ പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വന്നിട്ടും ഇവള് ആ ഒരു ദേഷ്യത്തില് തന്നെ ഇരിക്കാണ്. അപ്പൊ മുത്തശ്ശൻ ഇവളോട് വന്ന് എന്താ മോളെ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ ഇവള് പറയുന്നത് യൂമിൻ ഇവളെ കമ്പനിയിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തു, നാണം കെടുത്തി, ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ്. അയാളും അത് വിശ്വസിക്കുന്നു. എവിടെയോ കിടന്ന അവൾക്ക് ഇത്രയ്ക്ക് ധൈര്യം, ഞാൻ നാളെ തന്നെ HR-നെ വിളിച്ച് അവളെ അവിടെ നിന്ന് പിരിച്ചുവിടാൻ പറഞ്ഞേക്കാം എന്ന് ഇവളോട് പറയുന്നു. അത് കേൾക്കുമ്പോ ഇവള് ഹാപ്പി ആവുന്നു. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് യൂമിൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ HR വന്നിട്ട് ഇവളോട് ഒരു ഡോക്യുമെന്റ് കൊടുത്തിട്ട് സൈൻ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോവാനായിട്ട് പറയുന്നു. അത് കണ്ട് ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം തലേന്ന് മാനേജർ പറഞ്ഞിരുന്നത് ഇവൾക്ക് പ്രൊമോഷൻ കൊടുക്കാം എന്നാണല്ലോ. പക്ഷെ ഇന്ന് ഇവര് വന്ന് പറയുന്നത് ഇവളെ ഇവിടെ നിന്ന് പിരിച്ചുവിടാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവള് ഞാൻ ഇതില് സൈൻ ചെയ്യില്ല എന്ന് പറയുന്നു. ഞാൻ ഇതുവരെയും ഇവിടെ ഒരു കുഴപ്പവും കാണിച്ചിട്ടില്ല. വളരെ നന്നായിട്ട് തന്നെ ഞാൻ എന്റെ ജോലികൾ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാനായിട്ട് തന്നെ തിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. കൃത്യമായിട്ടുള്ള ഒരു റീസൺ തരാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറയുന്നു. അപ്പൊ HR ഒരു ഇന്ത്യൻ ആയിട്ടുള്ള നിന്നെ ഇവിടെ നിന്ന് പിരിച്ചുവിടാൻ എനിക്ക് പ്രത്യേക റീസൺ ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ അത് കേട്ടുകൊണ്ട് യൂമിന്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നു. അവര് അവിടെ യൂമിനെ കാണാനായിട്ട് വന്നതാണ്. ഈ HR പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ അവര് കേട്ടു. അതുകൊണ്ട് തന്നെ HR-നോട് വന്ന് അതെന്താ ഇവിടുത്തെ ഇന്ത്യൻസ് ഒന്നും മനുഷ്യരല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവിടുത്തെ മാനേജറിനെ വിളിച്ചിട്ട് പുതിയ HR-നെ റിക്രൂട്ട് ചെയ്യാനായിട്ട് പറയുന്നു. ഇപ്പോഴുള്ള ഈ HR-നെ പുറത്താക്കാനും പറയുന്നു. ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് സൂയാൻ ആണ് എന്ന്. അതുകൊണ്ട് തന്നെ അവളോട് ഇനി മേല എന്റെ മകളെ നീ ബുദ്ധിമുട്ടിച്ചാല് പിന്നെ നീ ഈ കമ്പനിയിൽ ഉണ്ടാവില്ല, ഇത് അവസാനത്തെ വാർണിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് യൂമിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. അപ്പോ അതറിഞ്ഞ് ഇയാള് വന്നിട്ട് ഇവരോട് പ്രശ്നം ഉണ്ടാക്കാണ്. ആ ഒരു HR ഇയാളുടെ കയ്യാളായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ തന്റെ അനുവാദമില്ലാതെ പിരിച്ചുവിട്ടതല്ലേ ബഹളം വെക്കുമ്പോ യൂമിന്റെ അമ്മ അച്ഛന് ഒരുപാട് വയസ്സായില്ലേ, ഈ റിട്ടയർ ജീവിതം മനസമാധാനത്തോടെ ആസ്വദിക്കുക, അല്ലാതെ കമ്പനി കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട, അത് നോക്കാൻ ഇവിടെ ബാക്കിയുള്ളവരുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നായിട്ട് പറയുന്നു. എന്നാൽ ഇവള് യൂമിനെ ജയിക്കാൻ വിടാൻ ഒട്ടും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ ആ ഒരു ലയെ കാണാനായിട്ട് ഇവളെ ചെല്ലുന്നു. അവളിപ്പോ ഒരു ഹോട്ടലില് വെയിട്രസ് ആയിട്ടാണ് ജോലി എടുക്കുന്നത്. ലയക്ക് പണ്ടേ തന്നെ യൂമിനോട് ഒരു വെറുപ്പുണ്ടല്ലോ. സോ അത് യൂസ് ചെയ്തിട്ട് യൂമിനെ പണിയാം എന്നാണ് സൂയാൻ വിചാരിക്കുന്നത്. അതിനായിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. പക്ഷേ സൂയാൻ ആ ഒരു കാര്യങ്ങള് ലയോട് പറയുമ്പോ അവള് ആദ്യം അതിന് തയ്യാറാവുന്നില്ല. തനിക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. എനിക്കാരെ അറിയുമില്ല, ആരോടും പ്രതികാരം ചെയ്യാനും താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോ ഈ സൂയാൻ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒരു കാർഡ് എടുത്ത് കാണിച്ചിട്ട് നീ ആഗ്രഹിച്ചത് ഇങ്ങനത്തെ ഒരു ലൈഫാണോ, ഇതിൽ നീ എന്റെ കൂടെ നിന്നാല് തീർച്ചയായും സൂ ഗ്രൂപ്പിലെ ഒരു ഉയർന്ന പോസ്റ്റ് തന്നെ നിന്നെ കാത്തിരിപ്പുണ്ട്, കൂടെ ഒരു ലക്ഷറി ലൈഫും. അത് വേണോ അതോ ഇങ്ങനെ ജീവിക്കാനാണോ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോ ഇവളുടെ മനസ്സ് മാറുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പോ ഇവൻ യൂമിനെയും കൂട്ടിക്കൊണ്ട് ഡിന്നർ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് സോങ് ഇവളെ വളരെ സർപ്രൈസ് ആയിട്ട് അവിടെ വെച്ച് ഇവളെ പ്രപ്പോസ് ചെയ്യുന്നു. ഞാൻ മുത്തശ്ശിയെ പേടിച്ച് നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയല്ലേ, പക്ഷെ ഇനി ഞാൻ നിന്നെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി പ്രപ്പോസ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇവളെ പ്രപ്പോസ് ചെയ്യുന്നു. അപ്പൊ യൂമിൻ എന്തൊക്കെയാ കാണിക്കുന്നത്, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയല്ലേ ഉള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ പ്രപ്പോസല് സ്വീകരിക്കുന്നു. അങ്ങനെ അവരിപ്പോ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു നിമിഷത്തിലാണ് ഉള്ളത്. അപ്പോ അതേ ഹോട്ടലിൽ തന്നെയാണ് ഇവളും ജോലി ചെയ്യുന്നത്. അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് ആ ഒരു കാര്യം ഇവളെ അറിയിക്കുന്നു. ലൂ ഗ്രൂപ്പിന്റെ സിഇഒയും അതേപോലെ തന്നെ സൂ ഗ്രൂപ്പിന്റെ ഭാവി അവകാശം വിവാഹിതരാവാൻ പോവാണ് എന്ന കാര്യം. അത് കേട്ട ഉടനെ തന്നെ ഇവള് സൂയാനെ വിളിച്ചിട്ട് കാര്യങ്ങൾ അറിയിക്കുന്നു. അവര് രണ്ടുപേരും വിവാഹം കഴിക്കാൻ പോവാണ്, നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോ സൂയാൻ ഇവളോട് എങ്കിൽ പിന്നെ ആ ഒരു ദിവസം തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം,
അവളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ വേരോടെ പിഴുതെറിയാം എന്ന് പറഞ്ഞിട്ട് ലയെ ആ ഒരു ഫംഗ്ഷനിലോട്ട് കേൾക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സൂയാൻ ഫോൺ വെക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോ അവരുടെ ആ ഒരു വിവാഹ ദിവസമാണ്. മുത്തശ്ശിയും അതേപോലെ തന്നെ സാമും അവരുടെ ഗസ്റ്റുകളും ഒക്കെ തന്നെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. വളരെ സുന്ദരിയായിട്ട് നമ്മുടെ യൂമിനും അങ്ങോട്ട് എത്തുന്നു. അതിനുശേഷം സോങ്ങിന്റെയും യൂമിന്റെയും വിവാഹ ചടങ്ങുകളും ഒഫീഷ്യലി തന്നെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നടക്കുന്നു. അങ്ങനെ ഇവര് വളരെ സന്തോഷത്തിലാണ് ഇപ്പോ ഉള്ളത്. പക്ഷെ അതേ സമയം തന്നെ ലയ അങ്ങോട്ടേക്ക് വരുന്നു. അവളുടെ കയ്യിൽ ഒരു ബോട്ടില്ല, എന്തോ ആസിഡ് സംതിങ് ഉണ്ട്. അവള് ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലെ യൂമിനോട് എന്നെ ഒന്നും അല്ലാതാക്കിയിട്ട് നീ ഇപ്പൊ സന്തോഷിക്കാണല്ലേ, പക്ഷെ ഈ സന്തോഷം ഇവിടെ തീരാൻ പോവാ എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആസിഡ് എടുത്ത് നമ്മുടെ യൂമിന്റെ മുഖത്തോട്ട് ഒഴിക്കാനായിട്ട് വരുന്നു. പക്ഷെ കറക്റ്റ് സമയം തന്നെ സാം അവന്റെ കാലുകൊണ്ട് ആ ഒരു ബോട്ടിൽ തട്ടിത്തെറിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ യൂമിന് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ എന്നിട്ടും ഇവള് നിർത്തുന്നില്ല. യൂമിനെ അവള് കൊല്ലാനായിട്ട് വരികയാണ്. പക്ഷെ സോങ് അത് തടയുന്നു. ഇവളെ ഇവരാരും ക്ഷണിച്ചിട്ടല്ലോ ഇങ്ങോട്ട് വന്നത്. പക്ഷെ അവളുടെ കയ്യിലുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ കാണുന്ന സമയത്ത് അത് സൂയാന്റേതാണെന്ന് ഇവർക്കെല്ലാം മനസ്സിലാവുന്നു. സൂയാൻ പറഞ്ഞിട്ടാണ് ലയ എങ്ങോട്ട് എത്തിയത് എന്ന കാര്യം യൂമിന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ സോങ്ങും കൊലക്കുറ്റം ചുമത്തി ഇവളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാനായിട്ട് സെക്രട്ടറിയെ ഏൽപ്പിക്കുന്നു. അപ്പോഴും ഇവള് പറയുന്നത് നിങ്ങൾ വെറുതെ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്, എന്നെ എന്റെ മാഡം എന്തായാലും വന്ന് രക്ഷിക്കും എന്നാണ് അവളുടെ വിശ്വാസം. അങ്ങനെ അവളെ അവിടെ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷെ ആ ഒരു ആസിഡിന്റെ അംശം സാമിന്റെ കാലിലായിരിക്കാണ്. അതുകൊണ്ട് തന്നെ ഇവനെ ഒട്ടും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലെ കാലിൽ നിന്ന് ബ്ലഡ് ഒക്കെ വരാൻ തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ അവരും പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അപ്പോ ഇവിടെ പോലീസ് ഇവളെ ചോദ്യം ചെയ്യാണ്. നിനക്ക് ആരാണ് ആ ഒരു ആസിഡ് തന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് സൂയാന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാഡത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, പുള്ളിക്കാരി ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരി ആവാൻ പോവാണ്, മാഡം എന്നെയും വന്ന് രക്ഷിക്കും എന്ന് പറയുമ്പോൾ ഈ പോലീസുകാരൻ മറ്റൊരു പോലീസുകാരനോട് ആ സൂയാനെ വിളിക്കാനായിട്ട് പറയുന്നു. ഇവളുടെ വിചാരം സൂയാൻ എന്തായാലും ഇവളെ വന്ന് രക്ഷപ്പെടുത്തും എന്നാണ്. പക്ഷെ ആ ഒരു പോലീസ് സൂയാനെ വിളിക്കുന്ന സമയത്ത് അവൾക്ക് ഇങ്ങനെ ഒരാളെ അറിയേയില്ല എന്നാണ് പോലീസിനോട് പറയുന്നത്. അത് കേട്ട് ഇവള് നന്നായിട്ട് ഷോക്കായി. തനിക്ക് മുട്ടൻ പണി തന്നെയാണ് അവള് തന്നത് എന്ന് മനസ്സിലാക്കുന്നു. വെറുതെ അടങ്ങി ഒതുങ്ങി ജീവിച്ച ഇവളെയാണല്ലോ പോയി പിടിച്ചു വലിച്ച് സൂയാൻ ഇപ്പോ ഒരു വലിയ കുഴിയിൽ കൊണ്ട് ചാടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവള് പോലീസിനോട് അവളാണ് എനിക്ക് ആ മരുന്ന് തന്നത്, എന്നോട് ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞതും അവളാണ്, എന്റെ കയ്യിൽ അതിനുള്ള തെളിവുണ്ട് എന്ന് പറയുന്നു. അപ്പോ ഇവിടെ സൂയാൻ വളരെ സന്തോഷത്തില്, നീ എന്താ വിചാരിച്ചത് ഞാൻ നിന്നെ രക്ഷിക്കുമെന്നോ, എനിക്ക് വേറെ പണിയില്ലേ, എന്തായാലും ആ യൂമിൻ ഇത്തവണയും രക്ഷപ്പെട്ടു, അടുത്ത തവണ കുറച്ചുകൂടി നല്ല പ്ലാൻ കണ്ടെത്തണം എന്നൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോ തന്നെ ഇവളുടെ വീട്ടിലോട്ട് പോലീസ് എത്തുന്നു ഇവളെ അറസ്റ്റ് ചെയ്യാനായിട്ട്. അവര് വരുമ്പോ തന്നെ ഇവള് ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ എന്നാണ്. പക്ഷെ ഇവള് ലയെ കാണാൻ ചെന്ന കാര്യവും അതേപോലെ തന്നെ യൂമിനെ ഇല്ലാതാക്കാൻ സഹായിച്ചാല് അവൾക്ക് പൈസ കൊടുക്കാം എന്ന് പറഞ്ഞ കാര്യവും സൂ ഗ്രൂപ്പില് ലയക്ക് ജോലി കൊടുക്കാം എന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ തന്നെ അവള് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒന്നാന്തരം തെളിവുള്ളത് കൊണ്ട് തന്നെ പോലീസ് ഇവളെ അറസ്റ്റ് ചെയ്യുന്നു. ആ സംസാരിച്ചത് താനല്ല എന്നൊക്കെ ഇവള് മാക്സിമം പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അവരെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പോ ഇവരെല്ലാവരും സാമിനോടൊപ്പമാണ് ഉള്ളത്. അവനിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല, റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ യൂമിനും അവനോട് തന്നെ രക്ഷപ്പെടുത്തിയതിലും അതേപോലെ തന്നെ ഇങ്ങനൊരു കാര്യം സംഭവിച്ചതിലും ഇവളുടെ ഐഡന്റിറ്റി ഇവനോട് നേരത്തെ തുറന്ന് പറയാത്തതിലൊക്കെ ക്ഷമ ചോദിക്കുന്നു. അപ്പോ സാം അവളോട് അതൊന്നും സാരമില്ല, നമ്മളൊക്കെ ഇപ്പൊ ഒരു ഫാമിലി അല്ലേ, ഞാൻ എന്തായാലും ഇനി കമ്പനി കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ സോങ്ങും യൂമിനും അവന്റെ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോഴേക്കും യൂമിന്റെ അമ്മയും അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരോട് സൂയാൻ അറസ്റ്റിലായി, ലയ തന്നെയാണ് അവളെ കുടിക്കിയത് എന്ന് പറയുമ്പോൾ ഇവർക്കും സന്തോഷാവുന്നു. ലയ ആദ്യമായിട്ടാണല്ലോ ഒരു നല്ല കാര്യം ചെയ്യുന്നത്. അതിനുശേഷം ഇയാളും തന്റെ പ്രിയപ്പെട്ട കൊച്ചുമകളെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം അറിയുന്നു. ഇയാൾക്ക് അതൊക്കെ കേൾക്കുന്ന സമയത്ത് വട്ടുപിടിക്കാണ്. ഇയാളുടെ പ്രിയപ്പെട്ട കൊച്ചുമകളായിരുന്നല്ലോ, അവർ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുമെന്ന് ഇയാളും വിചാരിച്ചില്ല. ഇയാള് ആ ഒരു വാർത്ത കേട്ട് അവിടെ കിടന്ന് ഭ്രാന്ത് കാണിക്കുമ്പോൾ നഴ്സുമാരൊക്കെ അയാളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. മാത്രമല്ല ഇനി മുതൽ സൂ ഗ്രൂപ്പിന്റെ അധികാര ചുമതല മുഴുവനായിട്ടും യൂമിൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി മുതൽ അവളായിരിക്കും ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരി. അങ്ങനെ ഒരു മൊമെന്റ് കാണിച്ചുകൊണ്ട് ഈ ഒരു ഡ്രാമ ഹാപ്പി എൻഡിങ്ങിൽ അവസാനിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മാത്രമല്ല നമ്മളൊരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.